ഓക്കെ, അപ്പൊ നോക്കേ, അപ്പൊ ഡെപ്പോസിറ്റ്സ്, ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആണ് നമ്മുടെ ചാപ്റ്റർ. ചെറിയ ചാപ്റ്റർ ആണ്, വലിയ ചാപ്റ്റർ ഒന്നല്ല. അപ്പൊ ഇതില് നമ്മള് ഈ സംഭവം എന്താ വെച്ചാല്, നിങ്ങൾക്ക് നമ്മളെ കേരളത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. അതായത് കുറെ തട്ടിപ്പ് പരിപാടികൾ, നിക്ഷേപ തട്ടിപ്പുകൾ കേട്ടിട്ടില്ലേ? കുറെ നിക്ഷേപ തട്ടിപ്പുകളൊക്കെ ഉണ്ടല്ലോ, ആൾക്കാരെ പൈസ വാങ്ങുക എന്നിട്ട് മുങ്ങുക, ആ പരിപാടി. അപ്പൊ അതിനൊക്കെ ഇതാക്കുക. അതായത് ഇപ്പൊ നമ്മള് സാധാരണ നമ്മൾ ലോണുകൾ എടുക്കുകയാണെങ്കിൽ, അതായത് ഫണ്ട് റേസിങ്, ലോൺ എന്ന് പറയണ്ട, മൊത്തത്തിൽ ഫണ്ട് റേസിങ് എന്ന് പറയുമ്പോൾ ഒന്നാലെ ഇക്വിറ്റിയാണ്, ഷെയർ ക്യാപിറ്റലാണ്, പിന്നെ ഡിബെഞ്ചറാണ്, പ്രിഫറൻസ് ഷെയർ ആണ്. അപ്പൊ ഇതിനൊക്കെ കമ്പനീസ് ആക്ടിൽ കൃത്യമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. എന്തൊക്കെ പറ്റും, എന്തൊക്കെ പറ്റില്ല, എന്തൊക്കെ റെസൊല്യൂഷൻ വേണം, അങ്ങനത്തെ എല്ലാത്തിനും റെഗുലേഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്ന ലോണാണ്, എക്സ്റ്റേണൽ ഏജൻസി നമ്മൾ എടുക്കുന്ന ലോൺ, അങ്ങനത്തെ സംഭവങ്ങളാണ്. ഇപ്പൊ ബാങ്കിന്റെ നമ്മൾ ലോൺ വാങ്ങുമ്പോൾ ബാങ്കിന്റേതായിട്ടുള്ള കുറെ മാനദണ്ഡങ്ങൾ ഉണ്ടാവും, അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ പ്രൊസീജിയറുകൾ ഉണ്ടാവും, അല്ലെ? അവർക്ക് അഥവാ പൈസ നമ്മള് അവരെ പറ്റിച്ചു പോകണമെങ്കിൽ അവർക്ക് അത് തിരിച്ചെടുക്കാനുള്ള കുറെ നിയമപരമായിട്ടുള്ള അവർക്കുള്ള കുറെ എന്താ പറയാ സംരക്ഷണങ്ങൾ ഉണ്ടല്ലോ. അതായത് ഇപ്പൊ നമ്മളെ ജപ്തി ചെയ്യാം. ഇപ്പൊ ഏതെങ്കിലും ഒരാൾക്ക് നമ്മൾ കടം കൊടുത്തു, അയാൾക്ക് വന്നിട്ട് നമ്മൾ വീട് ജപ്തി ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ഒരു ബാങ്കിന് ജപ്തി ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? ബാങ്കിങ് ആക്ട് പ്രകാരം അവർക്ക് അതിന് അധികാരമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മള് ഫണ്ട് റേസിങ്ങിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഷെയർ ക്യാപിറ്റല്, ഡിബെഞ്ചർ, അതിനെ കമ്പനീസ് ആക്ടിന് അതിന്റെ ഒരു പരിരക്ഷ കൊടുക്കുന്നുണ്ട്. അതല്ലാതെ ലോൺ അങ്ങനെ മറ്റുള്ള എക്സ്റ്റേണൽ ഏജൻസികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ആ നിയമങ്ങൾക്ക് അനുസരിച്ച്, നിയമങ്ങളുടെ അണ്ടറിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള സേഫ്റ്റി കിട്ടുന്നുണ്ട്, സംരക്ഷണം കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോ ഇതിൽ നിന്നൊക്കെ ഒരു കമ്പനി ഇപ്പൊ തട്ടിപ്പ് നടത്തണം എന്ന് വിചാരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വെറുതെ എടുക്കാൻ പറ്റൂല, അല്ലെ? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഡിബെഞ്ചറും സാധാ ലോണുകളും അയാൾക്ക് ഫ്രീ ആയിട്ട് കിട്ടൂല. അതിന് കുറെ റെസ്ട്രിക്ഷൻസ് അയാൾക്ക് വരും അയാളുടെ മുന്നിൽ. അപ്പൊ സ്വാഭാവികമായിട്ട് അയാളുടെ മുന്നിൽ ഒരു സാധ്യത എന്താന്ന് വെച്ചാല്, കുറെ പൈസ ഇല്ലാത്ത, എന്നാ ഒരു അന്തമില്ലാത്ത കുറെ മനുഷ്യന്മാരുണ്ടാവും, അല്ലെ? കുറെ പൈസ ഉണ്ടാക്കാൻ അറിയാം, അതിലവരെ വർക്ക് ചെയ്യും, പക്ഷെ ഈ പൈസ എങ്ങനെ ചെലവാക്കണം എന്ന് അവർക്ക് അറിയണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാരടുത്ത് പോയിട്ട് എന്ത് ചെയ്യും? ഒരു നല്ലൊരു സൂപ്പർ പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കും, കാണാൻ നല്ല മൊഞ്ചൊക്കെ ഉണ്ടാവും. അതിനുവേണ്ടി ഒരു കുറെ പൈസ ഇറക്കും പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കാൻ. പിന്നെ നല്ലൊരു ഡെമോ വീഡിയോ ഒക്കെ ഉണ്ടാക്കും. പിന്നെ നല്ല വേണമെങ്കിൽ വല്ല ട്രെയിനിങ്ങിന് പോയിട്ട് നല്ല വാക്ചാതുര്യം ഉണ്ടാക്കിയിട്ടുണ്ടാവും, സംസാരിക്കാനുള്ള കഴിവുണ്ടാക്കിയിട്ടുണ്ടാവും. ഇതൊക്കെ ആയിട്ട് പോയിട്ട് ആൾക്കാരുടെ മുന്നിൽ കോട്ടും സൂട്ടും ടൈ ഒക്കെ ഇട്ട് പോകും, 4-5 ആൾക്കാരൊക്കെ ആയിട്ട് പോകും. ഇവരെ മുന്നിൽ കാണും, ഇവരെ കൊണ്ട് നമ്മളിതാണ് പ്രൊജക്ട്, ബിസിനസ്, അത് ഇതൊക്കെ കൊണ്ട് ഇവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുമ്പോ എന്തായിരിക്കും? അവരെ ഷെയർ ഹോൾഡർ ആയിട്ടോ ഒന്നും എടുക്കുന്നുണ്ടാവില്ല. ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുകയായിരിക്കും, അവർക്ക് ഇത്ര പ്രോഫിറ്റ് കൊടുക്കും, ഡബിൾ പ്രോഫിറ്റ് കൊടുക്കും, അങ്ങനെയൊക്കെയുള്ള പറയാം. 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു വർഷം അങ്ങനെ 2 ലക്ഷം തിരിച്ചു കൊടുക്കും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും കൊടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിൽ പൈസ വാങ്ങിച്ചിട്ട് പിന്നീട് ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല. അഡ്രസ്സൊക്കെ ഉണ്ടാവും, പക്ഷെ അത് കമ്പനിയാണല്ലോ, ലിമിറ്റഡ് ലയബിലിറ്റി, അല്ലെ? അപ്പൊ ആ കമ്പനി കൊണ്ടുപോയി മുടിയും, ആ പൈസ കൊണ്ടുപോയി മൊത്തം ഇയാൾ ഇവരെ കാറ് വാങ്ങാനും അതിനായിട്ടും ബംഗ്ലാവ് ഉണ്ടാക്കാനും പറമ്പ് വാങ്ങാനും ഒക്കെ ഇയാൾ എടുക്കും. അതൊക്കെയാണ് സംഭവിക്കുക. അവസാനം പറയും കമ്പനി നഷ്ടത്തിലാണെന്ന് പറയും. ഓക്കെ, കമ്പനി നഷ്ടത്തിലാണ്. എന്നാൽ ഇവർ 5 പൈസ ഷെയർ ക്യാപിറ്റൽ, ചിലപ്പോൾ വിത്തൗട്ട് ഷെയർ ക്യാപിറ്റൽ ആയിരിക്കും കമ്പനി ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ കമ്പനി ലിമിറ്റഡ് നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ അങ്ങനെ സാധനമൊക്കെ ഇറക്കാം. നമുക്ക് എല്ലാം പറ്റുമല്ലോ. ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി പറ്റും, ലിമിറ്റഡ് ബൈ ഷെയർ പറ്റും, വിത്തൗട്ട് ഷെയർ ക്യാപിറ്റൽ പറ്റും, ഒക്കെ പറ്റുമല്ലോ. അപ്പോൾ കമ്പനി എന്താണ് ലിമിറ്റഡ് ബൈ ഷെയർസ്, വിത്തൗട്ട് ഷെയർ ക്യാപിറ്റൽ, അങ്ങനെ ആയിട്ട് ഇറക്കാലോ. അപ്പൊ അങ്ങനെ അപ്പൊ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു 5000 രൂപ ഇറക്കിയത്. അപ്പൊ ഇന്നലെ ഞങ്ങൾ ഒരു കമ്പനി ഉണ്ടാക്കിയത്, നമ്മള് ക്യാപിറ്റൽ വെച്ചത് ഓൺലി 500 ഷെയറുകൾ, 500 ഷെയർ ഓഫ് 500 അല്ല 100 ഷെയർ ഓഫ് 10 ഈച്ച്. അപ്പൊ എന്താ 1000 രൂപയാണ് അവർ ഷെയർ ക്യാപിറ്റലിലേക്ക് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യണമല്ലോ. സെക്ഷൻ 8 കമ്പനിയാണ്, സാധാ കമ്പനിയല്ല. അതായത് മറ്റേ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അത്. ഓക്കെ, അപ്പൊ ഞാൻ മനസ്സിലായി. അപ്പൊ അങ്ങനെ ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങിച്ച അവസാനം ഇവരൊന്നും തിരിച്ചു കൊടുക്കാണ്ടാവില്ല. കമ്പനി ലിമിറ്റഡ് കമ്പനി ആയതുകൊണ്ട് ഇവരുടെ ഒന്നും കിട്ടൂല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഡെപ്പോസിറ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂൾസ് ആണ് ഈ സെക്ഷൻ 73 മുതൽ 76A. 3-4 സെക്ഷനാണ് മെയിനായിട്ടുള്ള സെക്ഷൻ 73 തന്നെയാണ്. ഓക്കെ, അപ്പൊ അതാണ് ഈ ചാപ്റ്റർ. അപ്പൊ കമ്പനികള് ഇതേപോലെ പുറത്തുനിന്ന് ഔട്ട്സൈഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കലാണ് കേട്ടോ. ഡെപ്പോസിറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണതാണെന്ന് വിചാരിക്കരുത്. നമ്മൾ ലോൺ എടുക്കുന്ന സംഭവമാണത്. ലോൺ നമ്മൾ പൈസ വാങ്ങുക, നമ്മളിൽ ഡെപ്പോസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ലയബിലിറ്റിയാണ്.
അപ്പൊ അങ്ങനെ നമ്മൾ ഫണ്ടാണ്, ഫണ്ട് റൈസിങ് തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കുമ്പോൾ ഉള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ deposits are an important source of finance for companies. It is necessary to control the companies which invite deposits to safeguard the general and wider interest of all persons who offer deposits out of their hand, their hard earned money. Oh, I see where I'm going to hard earned money. The statutory provisions as contained in chapter 5. Okay, അപ്പോൾ അതാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ എന്താണ് ഡെപ്പോസിറ്റ്? ഓക്കെ, നോക്കാം. According to section 231, term deposit includes any receipt of money by way of deposit or loan or in any other form by a company, but does not include such categories of amount as may be prescribed in consultation with the RBI. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നെ ഈ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ്, എമൗണ്ട്സ് നോട്ട് കൺസിഡർഡ് ആസ് ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തത് ഏതൊക്കെയാണ്? ഓക്കെ, അപ്പൊ അതാണ് അത് പറഞ്ഞാല് അതല്ലാത്ത അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെയാണ് കുറെയൊക്കെ. ഇത് നമ്മുടെ ഡിബെഞ്ചർ, ഷെയർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നമ്മൾ എടുക്കുന്ന ബോണ്ടുകള്, അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ അതല്ലാത്ത ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സാധാ വ്യക്തികളുടേതൊക്കെ നമ്മൾ പൈസ വാങ്ങാം. ഓക്കെ, ഷെയർ ആയിട്ടല്ല, പ്രിഫറൻസ് ഷെയർ ഒന്നും അല്ലാതെ നമ്മൾ ഫണ്ട് വാങ്ങിക്കാം, അതായത് ഫണ്ട് റേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കുക, ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ്. സെക്യൂർഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ട്, അൺസെക്യൂർഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ സെക്യൂർഡ് ലോൺസ്, അൺസെക്യൂർഡ് ലോൺസ് നമ്മൾ പറയില്ലേ. അപ്പൊ സെക്യൂർഡ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുമ്പോൾ അതിന് സെക്യൂരിറ്റി ഉണ്ടാകും. സെക്യൂരിറ്റി, അപ്പൊ അങ്ങനെ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ആ സെക്യൂരിറ്റി എന്തായിരിക്കണം? ടാഞ്ചിബിൾ അസറ്റ് ആണോ, ഇൻടാഞ്ചിബിൾ അസറ്റ് ആണോ, അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അത് ഫുൾ വാല്യൂ കവർ ചെയ്യണോ, ഫുൾ കവർ ചെയ്യണ്ടേ, ചാർജ് എന്ന് പറയാം. ചാർജ് ചെയ്യണത് ഫുൾ കവർ വേണോ അല്ലെങ്കിൽ വേണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ എമൗണ്ട്സ് നോട്ട് കൺസിഡേർഡ് ആസ് ഡെപ്പോസിറ്റ്സ്. ഡെപ്പോസിറ്റ്സ് ആയിട്ട് പരിഗണിക്കാത്തത് എന്തൊക്കെയാണ്? അപ്പോൾ ഒരു 19 എണ്ണായിട്ടുണ്ട്, 19 സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായി പറയാം. ഓക്കെ, അപ്പൊ അതിൽ ഒന്നാമത്തത് എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദി സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് or from any other source whose repayment is guaranteed by central government or state government, or from any local authority or any amount received from a statutory authority constituted under any act. Okay, അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, അതേപോലെ ലോക്കൽ അതോറിറ്റി, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അതേപോലെ ഗവൺമെന്റ് ഓൺഡ് ബോഡികൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള, ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും നിയമത്തിന്റെ അണ്ടറിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ, അവര് നമുക്ക് തരുന്ന ഫണ്ട്. അപ്പോൾ ഇത് ഡെപ്പോസിറ്റ് ആയിട്ട് പരിഗണിക്കണ്ട. ഡെപ്പോസിറ്റ് ആയിട്ട് പരിഗണിക്കണ്ട എന്ന് പറഞ്ഞാൽ എന്തിനാ? ഈ പറയുന്ന സെക്ഷനിലെ റൂൾസ് ഒന്നും ഇതിന് അപ്ലിക്കബിൾ ആയിരിക്കൂല, അതിനാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എമൗണ്ട്സ് നോട്ട് കൺസിഡർഡ് എന്ന് പറയുമ്പോൾ എമൗണ്ട് കൺസിഡർഡ് ആസ് ഡെപ്പോസിറ്റ് ഏതാന്നുള്ളത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലെ, ഏതൊക്കെയാണ് ഡെപ്പോസിറ്റ് ആയിട്ട് പരിഗണിക്കുക. അപ്പൊ അങ്ങനെ ഡെപ്പോസിറ്റ്സ് ആയിട്ട് പരിഗണിക്കുന്ന എന്താ പറയാ ഇൻവെസ്റ്റ്മെന്റ്സിന് മാത്രമേ സെക്ഷൻ 73 മുതൽ 76A വരെയുള്ളത് അപ്ലിക്കബിൾ ആവുള്ളൂ. അപ്പൊ ഇതിനൊന്നും എന്താവൂല, ഈ സെക്ഷൻ 73 to 76A അപ്ലിക്കബിൾ ആയിരിക്കൂല. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, അതേപോലെ ലോക്കൽ അതോറിറ്റി ഇവിടെ നിന്നൊക്കെയുള്ള ഫണ്ട് ഡെപ്പോസിറ്റ്സ് ആയിട്ട് കാണിക്കണ്ടെന്ന് പറയുന്നത്? സബ്സിഡി അല്ല. ഇപ്പൊ നമ്മള് ഒരു ഗവൺമെന്റ് ബോണ്ട് ഇഷ്യൂ സബ്സ്ക്രൈബ് ചെയ്ത് വിചാരിച്ചോ, ഒരു ഗവൺമെന്റ് ബോണ്ട്, അയ്യോ സോറി അങ്ങനെയല്ല, നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കല്ലേ, നോട്ടെ ഇങ്ങനെ ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഗവൺമെന്റ് നമ്മൾ ഗവൺമെന്റിൽ നിന്ന് പൈസ വാങ്ങിച്ചു, നമുക്ക് പറ്റിക്കാൻ പറ്റുമോ ഗവൺമെന്റ്? അതാണ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഇത്ര സ്ട്രിക്റ്റ് റെഗുലേഷൻ വെക്കേണ്ടി വരുന്നത്. കമ്പനി ആൾക്കാരെ നിന്ന് ഫണ്ട് വാങ്ങിച്ചിട്ട് ആൾക്കാർ മുങ്ങും എന്നുള്ളതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇപ്പൊ ഗവൺമെന്റിൻ്റെന്നാണ് നമ്മൾ ഫണ്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് നമ്മളുടെ അസറ്റുകളെല്ലാം ഫ്രീസ് ചെയ്ത് കൊണ്ടുപോകും. ഒരു പണി വേണമെങ്കിൽ നമുക്കായൊരു നിയമം തന്നെ ഉണ്ടായിക്കൂടെ അല്ലേ, നമ്മളുടെ അസറ്റുകൾ പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു നിയമം തന്നെ തിരുത്താൻ പറ്റും. അപ്പൊ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ. അപ്പൊ ഗവൺമെന്റിന്റെ നമ്മൾ ഫണ്ട് വാങ്ങുമ്പോൾ അതിനെ ഡെപ്പോസിറ്റ് ആയിട്ട് പരിഗണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിൽ പറയുന്ന ചാപ്റ്റർ 5 പറയുന്ന സെക്ഷൻസ് ഒന്നും അതിന് ബാധകമല്ല. ഒന്ന് ഓക്കെ,
രണ്ടാമത്തത് എനി എമൗണ്ട് ഫ്രം ഫോറിൻ ഗവൺമെന്റ്സ്, ഫോറിൻ ഓർ ഇന്റർനാഷണൽ ബാങ്ക്സ്, മൾട്ടിനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സബ്ജക്ട് ടു ഫെമ. ഓക്കെ, അപ്പൊ again ഇതും ഫോറിൻ ഗവൺമെന്റ്സ് ആണ്, അവിടെയും ഗവൺമെന്റ്സ് ആണ്, അവിടെ അവർക്ക് സബ്സ്റ്റാൻഷ്യൽ പവർ ഉണ്ടാകും. ഫോറിൻ ഓർ ഇന്റർനാഷണൽ ബാങ്ക്സ്, മൾട്ടിനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു ഒരു ഒരു എന്താ പറയാ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ തന്നെ അതിന് അത്രയും ഇതുണ്ടാവുമല്ലോ, അതിന് അത്രയും സെക്യൂരിറ്റി ഉണ്ടാവുമല്ലോ സംഭവത്തിന്. പിന്നെ മാത്രമല്ല അത് ഫെമ ആക്ട് ത്രൂ നമ്മൾ പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മള് പുറത്തൊരു സ്ഥലം വാങ്ങിച്ചു, അങ്ങോട്ട് പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒരാൾ സാധനം പുറത്ത് ഒരു NRI ഇവിടെ വന്നൊരു സ്ഥലം വാങ്ങിച്ചു, വേറെ നോൺ സിറ്റിസൺ ആയിട്ടുള്ള ആൾ, അപ്പൊ അതിനൊക്കെ ഫെമ വരും. അപ്പൊ പുറത്തേക്ക് പൈസ അയക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് പൈസ വരിക, അതിനൊക്കെ കുറെ ഫെമ റൂൾസ് അതിനാണ്. ഓക്കെ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആണല്ലോ, അല്ലെ? അപ്പോ ഫെമ ആക്ട് ത്രൂ പോകുന്ന ഒരു സാധനം, അപ്പൊ അതിനും എന്തുണ്ടാകും? കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ടാവും, അതിന് ട്രെയിൽ ഉണ്ടാവും, നല്ല ട്രെയിൽ ഉണ്ടാവും. ട്രെയിലിംഗ് കേട്ടിട്ടില്ല? ഓഡിറ്റ് ട്രെയിലുകൾ പഠിച്ചിട്ടുണ്ടാവല്ലോ. ട്രെയിൽ കേട്ടിട്ടില്ല? ഓഡിറ്റ് ട്രെയിൽ നിങ്ങൾ പഠിക്കരുത്. ഓഡിറ്റ് ട്രെയിൽ എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് എവിഡൻസിന്റെ ഒക്കെ ഭാഗമാണ്. പറഞ്ഞാൽ നമ്മള് അതിന്റെ പിന്നാലെ ഇങ്ങനെ പോവുക, പറയാ തെളിവ് നോക്കി പോലെ ലിങ്ക് ഇട്ട് പോലെ തിന്നിട്ട് അവിടെ മറ്റൊന്നിട്ട് ഇവിടുന്നിട്ട് ആ അവസാനം ഇതാണ് അതിന്റെ ഉത്ഭവം എന്ന് പറയില്ലേ, അതിനാണ് നമ്മൾ ട്രെയിൽ എന്ന് പറയും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഫെമ ആക്ട് ത്രൂ പോകുന്ന ഒരു സംഭവം ആയതുകൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ടാവും. അപ്പൊ അവിടെയും നമുക്ക് എന്ത് സാധ്യമല്ല, അവിടെ നമുക്കൊരു ഫ്രോഡിന് സാധ്യത ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് അധികം ഡെപ്പോസിറ്റ് ആയിട്ട് പരിഗണിക്കേണ്ട. അപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിലുള്ള ഗവൺമെന്റ്സ്, സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും യൂണിയൻ ഗവൺമെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആണെങ്കിലും ലോക്കൽ അതോറിറ്റി ആണെങ്കിലും ഇനി ഏതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെങ്കിൽ പോലും അത് അവരിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ ഡെപ്പോസിറ്റ് അല്ല. അതേപോലെ തന്നെ ഫോറിൻ ഗവൺമെന്റ്സ് അല്ല, അതുമല്ല. പിന്നെ പറയുന്നത് ഫോറിൻ ബാങ്ക് മാത്രമല്ല. മൂന്നാമത്തെ പോയിന്റ് നോക്ക്, എനി എമൗണ്ട് റിസീവ്ഡ് ആസ് എ ലോൺ ഓർ ഫെസിലിറ്റി ഫ്രം എനി ബാങ്കിങ് കമ്പനി or from State Bank of India or its subsidiary bank or from a notified banking institution അല്ലാട്ടോ, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ or from any cooperative bank എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിലുള്ള ബാങ്കിങ് സ്ട്രക്ചർ, അവിടെ നിന്ന് നമ്മൾ ലോൺ എടുക്കുന്നുണ്ടെങ്കിലും അതിനെയും ഡെപ്പോസിറ്റ്സ് ആയിട്ട് പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അതിനും ഉത്തരം സിമ്പിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ബാങ്കുകൾക്കും അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അവർക്ക് ഫണ്ട് കിട്ടാതായാൽ അതിനെ റീകവർ ചെയ്യാനുള്ള മെക്കാനിസം അവർക്ക് തന്നെ ഉണ്ട്. മിക്കവാറും കേസുകളിൽ വലിയ ലോണുകളൊക്കെ ആണെങ്കിൽ സെക്യൂർഡ് ആയിരിക്കും, നമ്മൾ സെക്യൂരിറ്റി വെച്ചിട്ടുണ്ടാവും, അല്ലാണ്ട് അവർ നമുക്ക് ലോൺ തരില്ല. ഓക്കെ, എന്തായാലും ഒരു എന്താ പറയാ, അതിന്റെ കളക്ഷൻ മെക്കാനിസം അതിൽ ഉണ്ടാവും. ഓക്കെ, നിയമം അവർക്ക് സപ്പോർട്ടീവായിട്ട് അതിന് പോലെ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അല്ലെ? ജപ്തി ചെയ്യലും സംഭവങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ബാങ്കിനും നമ്മളുടെ പൈസ തിരിച്ചു കിട്ടൂല എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കമ്പനീസ് ആക്ട് വന്നിട്ട് ബാങ്കിങ് കമ്പനികൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് തന്നെ ഉണ്ട് അവർക്ക്. അപ്പൊ അതാണ്. നാലാമത്തത്, എനി എമൗണ്ട് റിസീവ്ഡ് ആസ് എ ലോൺ ഓർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്കുകളല്ലാത്ത മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഫണ്ടുകളൊക്കെ തരുന്ന കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുകൾ. അപ്പോൾ ഇതിന് താഴെ പോയിന്റ്സ് വേറെ പറയുന്നുണ്ട്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടൊക്കെ എക്സാമ്പിൾ, വെഞ്ചർ ക്യാപിറ്റലിസം നിങ്ങൾ കേട്ടിട്ടില്ലേ? വെഞ്ചർ ക്യാപിറ്റലിസം കേട്ടില്ല? വെഞ്ചർ ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താ വെച്ചാൽ, നമ്മളൊരു ബിസിനസ് നടത്തുക, നമ്മളൊരു സ്റ്റാർട്ടപ്പ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ബിസിനസ്സിൽ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അവർ വന്നിട്ട് നമ്മളെ ഇൻവെസ്റ്റ് ചെയ്യും. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ ഒരു 10 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ 10 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവരവരുടെ ഫണ്ട് തിരിച്ചു എടുത്തുകൊണ്ടുപോകുന്ന പറയുമ്പോൾ മറ്റ് മാർക്കറ്റ് പ്രൈസിലായിരിക്കും. അവർ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് 10 കോടി ആയിരിക്കും. നമ്മളെ കമ്പനി ഗ്രോ ചെയ്ത് ഇപ്പം നമ്മളുടെ ഷെയറിനൊരു വാല്യൂ ഉണ്ടാവുമല്ലോ, അല്ലേ? അപ്പോൾ അവർ 10 വർഷം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ 10 കോടി ചിലപ്പോൾ അവർക്ക് 50 കോടിയായിട്ട് കിട്ടും, നമ്മളെ ബിസിനസിന്റെ ഗ്രോത്ത് അനുസരിച്ച്. അതാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ ചെയ്യുക. എന്നാൽ നമുക്ക് ബിസിനസിന്റെ ഇനീഷ്യലി ഫണ്ട് വേണമല്ലോ, നമ്മളതിൽ ഫണ്ടില്ല. അപ്പോൾ നമ്മൾ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളെ മുന്നിൽ നമ്മളെ പ്രൊജക്റ്റ് അവതരിപ്പിക്കും, നമ്മളെ ബിസിനസ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ നമ്മൾ ഇൻട്രസ്റ്റിലാണെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും. നമുക്ക് ആ ഫണ്ട് വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ നല്ല ഒരു ടൈം ഉണ്ടാവും, 10 വർഷമൊക്കെ മാക്സിമം. അതിൻ്റെ ഉള്ളിൽ അവർ വന്നിട്ട് അവരെ ഫണ്ട് പിൻവലിക്കും. അതാണ് സംഭവം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള മറ്റുള്ള അത് ശരിക്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അത് വേറെ സംഭവം ലാസ്റ്റ് പോയിന്റ് പറയുന്നുണ്ട്. അപ്പോൾ ബാങ്കുകളല്ലാത്ത മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്നുണ്ടെങ്കിലും അവരെ കിട്ടുന്നതും ഇത് ചുരുക്കം പറഞ്ഞാലേ ഇത് അവസാനം എത്തുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, സാധാ വ്യക്തികളുടെ ലോൺ വാങ്ങുക, അതിലേക്ക് ഒതുങ്ങും. അതാ സംഭവിക്കുക.
ഓക്കെ, വ്യക്തികളോ അല്ലെങ്കിൽ സാധാ വല്ല പാർട്ട്ണർഷിപ്പ് ഫേമോ അവരിതൊക്കെ ലോൺ വാങ്ങുക, അതിലേക്കാണ് ഇത് എത്തുക. ഓക്കെ, അപ്പൊ ഞാൻ തുടക്കത്തിലേ പറഞ്ഞാണ്, അപ്പൊ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഇനി അഞ്ചാമത്തത്, എനി amount received against issue of commercial paper or any other instruments issued in accordance with the guidelines or notification issued by the Reserve Bank of India. എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഞാൻ സഫ്നയുടെ കുറച്ച് പൈസ വാങ്ങണം, എന്നിട്ട് ഞാൻ പറയണത് എന്ത്, ഞാൻ അത് പേപ്പറിൽ എഴുതി തന്നു. ഏത്, ഒരു മുദ്ര പേപ്പർ, ഒരു 200 രൂപ മുദ്ര പേപ്പറൊക്കെ എഴുതിയിട്ട് നമ്മളൊരു എഗ്രിമെന്റിലെത്തി, ഇന്ന ദിവസം എനിക്ക് ഇത്ര പൈസ തന്നിട്ടുണ്ട്, അത് ബാങ്ക് ത്രൂ ആണ് തന്നത്, എൻ്റെ അക്കൗണ്ടിലേക്ക് ഈ അക്കൗണ്ടിലേക്കാണ് ഇട്ടത്, ഇയാളുടെ ആ അക്കൗണ്ടിൽ നിന്നാണ് ഇട്ടത്, ഇത് ഇത്ര കാലത്തേക്കാണ്, ഇത്ര കാലം കഴിഞ്ഞ് ഞാൻ തിരിച്ചു കൊടുക്കും, ഇനി അയാൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകും, അങ്ങനെ കുറേ സാധനം എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ. എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രോമിസറി നോട്ടൊക്കെ അല്ലേ ഈ സാധനം. അപ്പൊ അതാണെന്നുണ്ടെങ്കിലും അതിനെന്തുണ്ട്, ഇപ്പൊ ഞാൻ സഫ്നക്ക് പൈസ കൊടുക്കാതിരുന്നാൽ ഈ ഡോക്യുമെന്റ് മതി എനിക്കെതിരെ കേസ് എടുക്കാൻ, കേസ് കൊടുക്കാൻ. അപ്പൊ അതുവഴി മൂവ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ കോടതി വഴി പോവുകയാണെങ്കിൽ കോടതി വ്യവഹാരങ്ങളിലൂടെ അവസാനം എന്താ സംഭവിക്കുക, എനിക്കിത് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീട് വേണേൽ ജപ്തി ചെയ്തിട്ടാണ് ഇത് കൊടുക്കും അല്ലേ, ശരിയല്ലേ. അപ്പൊ അതാണ് കൊമേഴ്ഷ്യൽ പേപ്പർ. അപ്പൊ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അടുത്തത്, എനി amount received by a company from any other company. അപ്പൊ അതിന് കമ്പനീസ് ആക്ട് ഉണ്ടല്ലോ, അല്ലാണ്ട് ഇപ്പൊ കമ്പനി റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിന് ഡെപ്പോസിറ്റ് എന്ന് പറയില്ല, അതെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നില്ല. എനി amount received and held towards subscription to any securities so long as such amount is appropriated only against the amount due on allotment of securities applied for. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തു, ഷെയർ അപ്ലിക്കേഷൻ മണി വാങ്ങിച്ചു, അലോട്ട്മെന്റ് ചെയ്തിട്ടില്ല, അലോട്ട്മെന്റ് ചെയ്യണതിന് മുന്നേ തന്നെ അവരിങ്ങോട്ട് പൈസ തന്നു. ഓക്കെ, ഇനി അലോട്ട്മെന്റ് കഴിഞ്ഞു, അവർ നമ്മൾ അഡ്വാൻസ് കോൾ ഇൻ അഡ്വാൻസ് തന്നു, അപ്പൊ നമ്മളെ കയ്യിൽ ഫണ്ട് ഇരിക്കില്ലേ, ശരിയല്ലേ. അപ്പൊ അതിനെന്താ എടുക്കണ്ട, ഡെപ്പോസിറ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കണ്ടീഷൻ പറയണ്ടേ, 60 ദിവസത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, അലോട്ട്മെന്റ് നടക്കണം. അതായത് ഈ പൈസ കിട്ടിയിട്ട്, അതായത് അഡ്വാൻസ് ആയിട്ട് പൈസ കിട്ടിയല്ലോ നമുക്ക് കമ്പനിക്ക്, അപ്പൊ ആ പൈസ കിട്ടിയിട്ട് 60 ദിവസത്തിനുള്ളിൽ അലോട്ട്മെന്റ് നടക്കണം. അലോട്ട്മെന്റ് നടന്നിട്ടില്ലെങ്കിൽ അവിടുന്ന് 15 ദിവസത്തിനുള്ളിൽ ഈ പൈസ തിരിച്ചു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ എന്താ, അഡ്വാൻസ് കിട്ടിയിട്ട് 75 ദിവസത്തിനുള്ളിൽ പൈസ തിരിച്ചു കൊടുക്കണം. കൊടുത്തിട്ടില്ലെങ്കിൽ ആ എമൗണ്ട് ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിക്കും. ഓക്കെ, അപ്പൊ നോർമലി ഷെയർ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന അഡ്വാൻസ് മണി, അത് അലോട്ട്മെന്റ് മണി ആണെങ്കിലും ശരി, അഡ്വാൻസ് കോൾ മണി ആണെങ്കിലും ശരി, അതിനെ നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ 60 ദിവസത്തിനുള്ളിൽ നമ്മൾ അലോട്ട്മെന്റ് നടത്തണം. അലോട്ട്മെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റ് നടത്താനുള്ള 60ാമത്തെ ദിവസം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ, എന്ന് പറഞ്ഞാൽ പൈസ കിട്ടിയിട്ട് 75ാം ദിവസത്തിനുള്ളിൽ ആ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതിനെ ഡെപ്പോസിറ്റ് ആയിട്ട് പരിഗണിക്കും. ക്ലിയറാണല്ലോ. എട്ടാമത്തത്, എനി amount received from a person who at the time of the receipt of the amount was a director of the company or a relative of the director of the private company. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഒരു ഡയറക്ടറിന്റെ കയ്യിൽ നിന്ന് നമുക്കപ്പോൾ എത്ര പൈസയും വാങ്ങാൻ, അതിൻ്റെ അർത്ഥം ഒരു കമ്പനിയുടെ ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ ആ ഡയറക്ടർക്ക് എന്ത് ചെയ്യാം, കമ്പനിയിലേക്ക് എത്ര ഫണ്ടും കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ വെച്ചാലേ നമ്മളിതൊക്കെ നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ കാണുന്ന കുറേ കാര്യങ്ങളാണ് നോർമലി. അതായത് പറഞ്ഞാല് ഇപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് പുറത്തുനിന്നും ഫണ്ട് വാങ്ങാൻ പാടില്ല. അതായത് ഷെയർ ക്യാപിറ്റൽ അല്ലാണ്ട്, ബാങ്ക് ലോൺ അല്ലാണ്ട് വ്യക്തികളിൽ നിന്ന്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ബിസിനസ് നോക്കുമ്പോൾ വെച്ചാൽ ആൾക്കാർ എന്ത് ചെയ്യും, ചില ബിസിനസ് നടത്താൻ അവിടെ നിന്ന് കുറേ കടം മേടിക്കും. പക്ഷെ അതൊന്നും നമ്മൾ അക്കൗണ്ട്സിൽ കാണിക്കാൻ പറ്റില്ല. ഇപ്പം നോർമലി എന്താ നമ്മൾ ചെയ്യുക വെച്ചാൽ ഈ ഡയറക്ടേഴ്സ് തന്നെ ലോൺ കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുക. സംഭവം അവർ വേറെ ആൾക്കാരൊക്കെ വാങ്ങിച്ചായിരിക്കും, പക്ഷെ ബുക്സിൽ കാണിക്കുന്നതായിരിക്കും ഡയറക്ടേഴ്സ് ലോൺ കൊടുക്കുന്നതായിട്ടായിരിക്കും. അപ്പോൾ ഡയറക്ടേഴ്സ് എന്ത് ചെയ്യും, ഡയറക്ടേഴ്സിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡയറക്ടേഴ്സിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവരിട്ട് കൊടുക്കും, അല്ലെങ്കിൽ അവർ ക്യാഷ് ആയിട്ട് മേടിച്ചിട്ട് അതിൽ കൊണ്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യും. ഡയറക്ടറിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും, കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കും. അപ്പോൾ അത് ഡയറക്ടേഴ്സ് ലോൺ ആയിട്ട് കാണിക്കുകയാണ് ചെയ്യുക നോർമലി. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഈ സെക്ഷനാണ്, സെക്ഷൻ 73, 76 ഉള്ളതുകൊണ്ട് എന്താണ്, വേറെ ഔട്ട്സൈഡ് ഡെപ്പോസിറ്റ്സ് വാങ്ങാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ പുതിയൊരു നിയമം വന്നിട്ടുണ്ട്, ബഡ്സ് ആക്ട്.
ബഡ്സ് ആക്ട്, ബാനിങ് ഓഫ് അൺഡിസ്ക്ലോസ്ഡ് ഡെപ്പോസിറ്റ്സ്. അൺഡിസ്ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നത് അതിൻ്റെ 2019 വന്ന ആക്ടാണ്. അതായത് കള്ളപ്പണം അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അതെന്താ സംഭവം, ഇതിന്റെ വേറെ വശം ഇതാണ് നിങ്ങളെ. ഇപ്പൊ നമ്മള് ബിസിനസ്സിൽ വന്നിട്ട് കുറെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വിചാരിച്ചു, സംഭവം കള്ളപ്പണാണ്. നമ്മൾ എന്താണ് ടാക്സ് ഒന്നും കൊടുക്കാത്ത കള്ളപ്പണാണ്. ആ കള്ളപ്പണം കൊടുത്തിട്ട് നമ്മൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഇൻസ്പെക്ഷൻ വന്നപ്പോൾ ഈ ഫണ്ട് എവിടുന്ന് വെച്ചപ്പോൾ നമ്മളാണ് ഇത് മറ്റാളെ ലോൺ എന്നാണ് എന്ന് പറഞ്ഞാൽ എളുപ്പമായില്ലേ അല്ലേ? ഇയാൾ ലോൺ തന്നാണ്. അപ്പൊ അതിന് നിയമപരമായിട്ട് ഒരു ഇതുമില്ല. ഒരാളുടെ കടം മേടിക്കണ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇത് തടസ്സമല്ല. നോർമലി കടം മേടിക്കുന്ന തടസ്സം ഇത് തടസ്സമല്ല അല്ലേ? അപ്പൊ അതിനൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം വരുന്നത്, മനസ്സിലായോ? അപ്പോൾ ഒരു ഡയറക്ടർക്ക് വേണമെങ്കിൽ എത്രയും പൈസ കൊണ്ടുവരാം, ഡയറക്ടറിന്റെ റിലേറ്റീവിനാണെങ്കിലും പൈസ കൊണ്ടുവരാം ഓഫ് എ പ്രൈവറ്റ് കമ്പനി. ഇതേ സാധനം നമ്മൾ താഴെ പറയാനേ പോകുന്നുണ്ട്. എങ്ങനെയാണ്? രണ്ടും പ്രൈവറ്റ് കമ്പനിക്കാണിത്. ചോദിച്ചിട്ടുണ്ട് കൺഫ്യൂഷൻ. ഇത് കമ്പനിയാണ് കേട്ടോ. പബ്ലിക് കമ്പനി ആണെങ്കിലും ഡയറക്ടേഴ്സിന് ലോൺ മേടിക്കാം. പബ്ലിക് കമ്പനി ആണെങ്കിലും ഡയറക്ടേഴ്സിൻ്റെ കിട്ടുന്ന ലോണിനെ ഡെപ്പോസിറ്റ് ആയിട്ട് പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഡയറക്ടേഴ്സിൻ്റെ വാങ്ങാം, നമുക്ക് എത്രയും വാങ്ങാം. റിലേറ്റീവ് ഓഫ് ഡയറക്ടർ പറയുമ്പോൾ അത് പ്രൈവറ്റ് കമ്പനിക്ക് മാത്രമേ പറ്റുള്ളൂ. ആ ബഡ്സ് ആക്ടിലും അങ്ങനെ തന്നെ റിലേറ്റീവിൻ്റെ പൈസ വാങ്ങാം. Okay, the director of the company or relative of the director of the private company from whom money is received or is required to furnish to the company at the time of giving the money a declaration in writing to the effect that the amount is not being given out of funds acquired by him by borrowing or accepting loans or deposits from others, and the company shall disclose the details of money so accepted in the board's report. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സംഭവം, അതായത് പൈസ ലോൺ വേറെ ആൾക്കാരിൽ നിന്ന് കടം മേടിച്ചിട്ട് ഇതിൽ കൊടുത്തിട്ട് ഇവരുടെ ഡെപ്പോസിറ്റ് ആയിട്ട് കാണിക്കുക അല്ലേ? അങ്ങനെ ശരിക്കും ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടെ പറയണത്. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് എന്നൊരു ഡിക്ലറേഷൻ റൈറ്റിംഗ് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ നിന്ന് വാങ്ങിച്ച പൈസയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സോറി, നമ്മൾ ഡയറക്ടേഴ്സ് പൈസ കൊണ്ടുവരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഇത് വേറെ ആരുടെ നിന്ന് വാങ്ങിച്ചുള്ള പൈസ അല്ല, എൻ്റെ പൈസ തന്നെയാണ് എന്ന ഒരു ഡിക്ലറേഷൻ റൈറ്റിംഗ് കൊടുക്കണം. എന്ന് മാത്രമല്ല, അങ്ങനത്തെ ഡയറക്ടേഴ്സിന്റെ കയ്യിൽ നിന്നുള്ള എന്താ പറയാ, കമ്പനി ഷാൾ ഡിസ്ക്ലോസ് ദി ഡീറ്റെയിൽസ് ഓഫ് മണി സോ ആക്സെപ്റ്റഡ് ഇൻ ദ ബോർഡ്സ് റിപ്പോർട്ട്. എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാരെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അത് ബോർഡ്സ് റിപ്പോർട്ടിൽ പറയുകയും വേണം. Okay, but director of the company or relative of the director of the private company from whom money is received is required to furnish to the company at the time of giving the money a declaration writing to the effect that the amount is not being given out of funds acquired by him by borrowing or accepting loans or deposits from others, and the company shall disclose the details of money so accepted in the board's report. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബോർഡ്സ് റിപ്പോർട്ടിൽ പ്രത്യേകം പറയണം. അല്ലേ? അപ്പൊ ഇത് നിങ്ങൾ നോക്കി വെച്ചോങ്ങള്. അതായത് ഡയറക്ടേഴ്സ്, നമ്മൾ ഡയറക്ടേഴ്സാണ്. ഇനി കുറച്ച് മെമ്പേഴ്സ് വരും. മെമ്പേഴ്സിന് എത്ര ലോൺ എടുക്കാൻ പറ്റും? അതേപോലെ എന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സ് അല്ലാത്ത മെമ്പേഴ്സ് ഉണ്ടാവില്ലേ, ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് ആൾക്കാർ. അതേപോലെ പബ്ലിക്കിന് എത്ര, അതാണ് ഈ ചാപ്റ്ററിൽ ആകെ ഉള്ളത്. ഡയറക്ടേഴ്സിന് എത്ര ലോണ്, മെമ്പേഴ്സിൻ്റെ എത്ര ലോണ്, പബ്ലിക്കിൻ്റെ എത്ര ലോണ്. അത് ഇപ്പൊ ഡയറക്ടേഴ്സിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല എന്നല്ല ഇപ്പോൾ മനസ്സിലായി. പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും പബ്ലിക് കമ്പനി ആണെങ്കിലും ഡയറക്ടേഴ്സിൻ്റെ നമുക്ക് ലോൺ വാങ്ങിക്കുന്നതിന് റെസ്ട്രിക്ഷൻ ഇല്ല. ഓക്കെ,
കമ്പനിക്ക് റെസ്ട്രിക്ഷൻ ഇല്ല. ഇനി any amount raised by the issue of bonds or debentures secured by a first charge or a charge ranking pari passu, the pari passu same as മറ്റേത് with the first charge on any assets referred to in schedule 3 നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ്, ഫിനാൻഷ്യൽസിന്റെ ഫോർമാറ്റ്, excluding intangible assets of the company or bonds or debentures assets of the company or bonds or debentures compulsorily convertible into shares of the company within 10 years. ഓക്കെ, അതായത് എന്താണ്, നമ്മളുടെ കയ്യിൽ നമ്മൾ ബോണ്ടുകളും ഡിബഞ്ചറുകളും ഇഷ്യൂ ചെയ്തിട്ടുണ്ട് വിചാരിച്ചോ. ഓക്കെ, ബോണ്ടുകളും ഡിബഞ്ചറുകളും ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് സെക്യൂർഡ് ബോണ്ടാണ് അല്ലെങ്കിൽ സെക്യൂർഡ് ഡിബഞ്ചറാണ്. അതിന് ഫസ്റ്റ് ചാർജ് ഉണ്ട്. എന്താ ഫസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് ചാർജോട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഇപ്പോൾ നോക്കിക്കോ, ഇപ്പോൾ ഒരു ലാൻഡിന് 80 ലക്ഷമാണ് വാല്യൂ എന്ന് വിചാരിച്ചോ. ഇവർക്ക് 2 ലോൺ ഉണ്ട്, ഒന്നൊരു ഡിബഞ്ചറും രണ്ടാമത്തത് ഒരു ബാങ്ക് ലോണാന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ ഡിബഞ്ചർ ഉള്ളത് ഒരു 80 ലക്ഷം അല്ല 80 അല്ല സോറി, ഡിബഞ്ചർ ഉള്ളത് ഒരു 50 ലക്ഷം 50 ലാക്സ്. ഓക്കെ, ബാങ്ക് ലോൺ ഉള്ളത് ഒരു 40 ലാക്സ്. ഈ രണ്ടും ഇത് വെച്ചിട്ട് സെക്യൂർഡ് ആണ്. സെയിം പ്രോപ്പർട്ടി തന്നെ ഡിബഞ്ചറും സെക്യൂർഡ് ആണ്, ബാങ്ക് ലോണും സെക്യൂർഡ് ആണ്. ഓക്കെ, ഇതിൽ ഡിബഞ്ചറിന് ഫസ്റ്റ് ചാർജും ബാങ്ക് ലോണിന് സെക്കൻഡ് ചാർജും ആണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ സാധനം എന്നുള്ളത്. എന്ന് പറഞ്ഞാല് ഇത് രണ്ടും ഡിഫോൾട്ടഡ് ആയി എന്ന് വിചാരിച്ചോ. രണ്ടും ഡിഫോൾട്ടഡ് ആയാല് ഈ ലാൻഡ് വിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 80 lakh rupees കിട്ടൂലേ? ഈ 80 lakh rupees വെച്ചിട്ട് ആദ്യം കൊടുത്ത് വിട്ടേണ്ടത് ഏതാണ്? ഡിബഞ്ചർ. ബാക്കി 30 ലക്ഷമാണ് ബാങ്ക് ലോണിന് കൊടുക്കുക. അപ്പൊ ബാങ്ക് ലോണിന് 10 ലക്ഷം നഷ്ടമായിരിക്കും. മനസ്സിലായി? അതാണ് ഫസ്റ്റ് ചാർജ്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താ നോക്കിയേ? എനി എമൗണ്ട് റേസ്ഡ് ബൈ ദി ഇഷ്യൂ ഓഫ് ബോണ്ട്സ് ഓർ ഡിബഞ്ചേഴ്സ് സെക്യൂർഡ് ബൈ എ ഫസ്റ്റ് ചാർജ് ഓർ ചാർജ് റാങ്കിങ് പാരി പസു വിത്ത് ദി ഫസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ഡിബഞ്ചർ ഒരു ബോണ്ട് അത് ഇഷ്യൂ ചെയ്തപ്പോൾ സെക്യൂർഡ് ആണ്, അതിന് ചാർജ് കൊടുത്തിട്ടുള്ള ഒരു അസറ്റ് ഇപ്പോൾ ഫസ്റ്റ് ചാർജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് ചാർജ് അതിന് മാത്രമായിട്ടല്ല കൊടുത്തിട്ടുള്ളത്, വേറൊരു സാധനത്തിന് കൊടുത്തപ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഡിബഞ്ചറിനും എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിളില് ഡിബഞ്ചറിനും ബാങ്ക് ലോണും ഒരേപോലെ ഫസ്റ്റ് ചാർജ്. മനസ്സിലായോ? അപ്പൊ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മിക്കവാറും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഡിബഞ്ചറിനും ബാങ്ക് ലോണും കൊടുക്കുകയായിരിക്കും ചെയ്യുക. ഇപ്പൊ സപ്പോസ് ഇതൊരു 50-50 ആണെന്ന് വിചാരിച്ചോ. അപ്പൊ എന്താ സംഭവിക്കുക? 40 ഡിബഞ്ചറും 40 ബാങ്ക് ലോണും കൊടുക്കും. ആ ഒരു പ്രൊപ്പോർഷനിലായിരിക്കും കൊടുക്കുക. അതാണ് പാരിപ്പസ് എന്ന് പറഞ്ഞാൽ. അതായത് രണ്ടിനും ഒരേപോലെ ചാർജ് ഉണ്ടാവും. ഓക്കെ, അങ്ങനത്തെ ബോണ്ടുകളും ഡിബഞ്ചറുകളും ആണെങ്കിൽ ഡെപ്പോസിറ്റ് അല്ല. ഓക്കെ, ഇനി എക്സ്ക്ലൂഡിങ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്താണത്? നമ്മൾ ചാർജ് വെക്കുന്നത്, സെക്യൂർഡ് ആക്കുന്നത് ടാഞ്ചിബിൾ അസറ്റ്സ് കൊണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞത് സെക്യൂർഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ്സ് ഈ മിക്കവാറും സെക്ഷൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചാർജ് ചെയ്യുമ്പോൾ, അതായത് സെക്യൂർഡ് ഡെപ്പോസിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സെക്യൂരിറ്റി എന്നുള്ളത് ടാഞ്ചിബിൾ അസറ്റ്സ് ആയിരിക്കണം. അപ്പൊ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് സെക്യൂരിറ്റി ആയിട്ട് വെക്കാൻ പറ്റില്ല ഒന്ന്. അതേപോലെ തന്നെ ബോണ്ട് ഓർ ഡിബഞ്ചേഴ്സ് കമ്പൽസറിലി കൺവേർട്ടബിൾ ഇൻടു ഷെയർസ് ഓഫ് ദി കമ്പനി വിത്തിൻ 10 years. നമ്മളുടെ കയ്യിൽ അസറ്റ് ആയിട്ട് കിടക്കുന്ന ഡിബഞ്ചേഴ്സ് ഉണ്ടാവില്ലേ, നമ്മൾ മറ്റുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ, മറ്റുള്ള കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഡിബഞ്ചറുകളും ബോണ്ടുകളും, അതും നമുക്ക് എന്താക്കാൻ പറ്റില്ല? സെക്യൂരിറ്റി ആയിട്ട് വെക്കാൻ പറ്റില്ല. ഓക്കെ, എങ്ങനത്തത്? കമ്പൽസറിലി കൺവേർട്ടബിൾ ഇൻടു ഷെയർസ് ഓഫ് ദി കമ്പനി വിത്തിൻ 10 years. അപ്പൊ നമ്മൾ ഈ കൺവേർട്ടബിൾ എന്ന് പറയുമ്പോഴേ കമ്പൽസറിലി കൺവേർട്ടബിൾ ഉണ്ട്, ഓപ്ഷണൽ കൺവേർട്ടബിൾ ഉണ്ട്. കമ്പൽസറി കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ റിഡംഷൻ പീരീഡ് ആയ എന്തായാലും അത് ഷെയർ ആയിട്ട് മാറും. ഓപ്ഷണൽ എന്ന് പറയുമ്പോൾ ഡിബഞ്ചർ ഹോൾഡറിന്റെ അയാൾക്ക് ഓപ്ഷൻ ആയിരിക്കും, അയാൾക്ക് വേണമെങ്കിൽ അപ്പം തന്നെ റിഡീം ചെയ്യാം അല്ലെങ്കിൽ അയാൾക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ കമ്പൽസറി കൺവേർട്ടബിൾ ഡിബഞ്ചറുകളാണ് 10 years മാക്സിമം മെച്യൂരിറ്റി ഉള്ള കമ്പൽസറി കൺവേർട്ടബിൾ ഡിബഞ്ചറുകളാണെന്നുണ്ടെങ്കിൽ ബോണ്ടുകളാണെന്നുണ്ടെങ്കിൽ അതിനെയും നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് വെക്കാൻ പറ്റില്ല മീൻസ് അങ്ങനെ വെച്ചിട്ടുള്ള ഒരു അസറ്റ് ആണെന്നുണ്ടെങ്കിൽ മീൻസ് അങ്ങനത്തെ ഒരു ലോൺ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് എടുക്കേണ്ടി വരും. ഡെപ്പോസിറ്റ് ആണ്. ഓക്കെ, however if such bonds or debentures are secured by the charge of any assets
referred to in Schedule 3, excluding intangible assets. The amount of such bonds or debentures shall not exceed the market value of such assets as assessed by the registered valuer. എന്നതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ സംഭവം തന്നെ. അതായത് ഇപ്പം നമുക്കൊരു ലോണ് ഡിബഞ്ചർ ഓക്കെ, ഡിബഞ്ചർ ഉള്ളത് 1 crore. ഇത് സെക്യൂർഡ് ആണെന്ന് വിചാരിച്ചോ, സെക്യൂർഡ് ആണ്, സെക്യൂർഡ് ഓൺ ലാൻഡ്. ഓക്കെ, ഈ ലാൻഡിന് എന്തുണ്ട്? 1.5 crore വാല്യൂ ഉണ്ട്. ഓക്കെ, അങ്ങനെ അതിൻ്റെ ആദ്യത്തെ ചോദ്യം, ഈ ഡിബഞ്ചർ ഡെപ്പോസിറ്റ് ആണോ അല്ലേ? ഡെപ്പോസിറ്റ് ആണോ അല്ലേ? ആണ്. ഡെപ്പോസിറ്റ് അല്ല. എന്താ പറഞ്ഞത്? ബോണ്ട് ഡിബഞ്ചർ ഡെപ്പോസിറ്റ് അല്ല. എപ്പോ? അതിന് സെക്യൂരിറ്റി ഉണ്ട്. എന്താണ് സെക്യൂരിറ്റി? ടാഞ്ചിബിൾ അസറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ഡെപ്പോസിറ്റ് അല്ല. ഓക്കെ, പിന്നെ ഇവിടെ പറഞ്ഞ എന്താണ്? വാല്യൂവിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി നോക്കേ, ഈ ഡിബഞ്ചർ ഇപ്പൊ അത് ഡിഫോൾട്ടഡ് ആയെന്ന് വിചാരിച്ചോ. ഈ ഡിഫോൾട്ടഡ് ആയാലും ലാൻഡ് വിറ്റാൽ ഈ ഡിബഞ്ചർ ഓണേഴ്സിന് കൊടുക്കാനുള്ള പൈസ ഇല്ലേ? 1.5 കോടി ഇല്ലേ? അപ്പൊ ഇതെന്താണ്? പക്ക എന്താ പറയാ, നോൺ ഡെപ്പോസിറ്റ് ആണ്. ഡെപ്പോസിറ്റ് അല്ലത്, ഡെപ്പോസിറ്റ് അല്ല. ഓക്കെ, ഇനിയിപ്പോ സപ്പോസ് ഡിബഞ്ചർ 1 കോടി, ലാൻഡ് നമ്മളുടെ 80 lakh ഉള്ളൂ. സെക്യൂർഡ് ആണ്, ലാൻഡ് സെക്യൂർഡ് ആണ്, പക്ഷെ ആ ലാൻഡിന് 80 lakh കിട്ടുള്ളൂ. അപ്പോഴോ ഇപ്പൊ ഡെപ്പോസിറ്റ് ആണോ അല്ലേ? 1 crore 80 lakh നോ ഡെപ്പോസിറ്റ്, ബാക്കി 20 lakh ഡെപ്പോസിറ്റ് വരും. മനസ്സിലായില്ലേ? അപ്പോ എത്രത്തോളം കവേർഡ് ആണോ അത്രയും അത് ഡെപ്പോസിറ്റ് ആകൂല. സെക്യൂർഡ് അൺസെക്യൂർഡ് പോർഷൻ ആണ് ഡെപ്പോസിറ്റ് ആയിട്ട് എടുക്കുക. Okay. ഓക്കെ, അപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം നമുക്കൊന്നുകൂടി. അപ്പോൾ എനി എമൗണ്ട് റേസ്ഡ് ബൈ ദി ഇഷ്യൂ ഓഫ് ബോണ്ട്സ് ഓർ ഡിബഞ്ചേഴ്സ് സെക്യൂർഡ് ബൈ എ ഫസ്റ്റ് ചാർജ്, ഓക്കെ, ഓർ ചാർജ് റാങ്കിങ് പാരിപ്പസ് വിത്ത് ദി ഫസ്റ്റ് ചാർജ്. അപ്പോൾ എക്സ്ക്ലൂഡിങ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ആയിട്ട് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് പറ്റില്ല. ഓർ ബോണ്ട്സും പറ്റില്ല. ഡിബഞ്ചേഴ്സ് കമ്പൽസറിലി കൺവേർട്ടബിൾ ഇൻ ടു ഷെയർസ് ഓഫ് ദി കമ്പനി. കമ്പൽസറിലി കൺവേർട്ടബിൾ ആയിട്ടുള്ള ഡിബഞ്ചേഴ്സ് 10 വർഷത്തെ ഉള്ളിൽ മെച്യൂരിറ്റി ഉള്ള അങ്ങനത്തെ ഡിബഞ്ചറുകളും നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് വെക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി പിന്നെ അങ്ങനെ ഡിബഞ്ചേഴ്സ് സെക്യൂർഡ് ആണ് വിത്ത് ടാഞ്ചിബിൾ അസറ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും എമൗണ്ട് ഓഫ് സച്ച് ബോണ്ട്സ് ഓർ ഡിബഞ്ചേഴ്സ് ഷാൾ നോട്ട് എക്സീഡ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് സച്ച് അസറ്റ്സ് ആസ് അസസ്ഡ് ബൈ ദ രജിസ്റ്റേർഡ് വാല്യൂ. അതായത് നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുള്ള അസറ്റിനേക്കാൾ കൂടുതലായിട്ട് ഡിബഞ്ചർ വാല്യൂ ഉണ്ടാവരുത്. തിരിച്ചു പറയണായിരിക്കും നല്ലത്. ഡിബഞ്ചർ വാല്യൂനേക്കാൾ കുറവാണ് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുള്ള അസറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പോർഷൻ സെക്യൂർഡ് പോർഷൻ അത്രയും നമുക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് എടുക്കണ്ട. അൺസെക്യൂർഡ് ആയിട്ടുള്ള പോർഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് എടുക്കണം. എനി എമൗണ്ട് റിസീവ്ഡ് ബൈ ഇഷ്യൂ ഓഫ് നോൺ കൺവേർട്ടിബിൾ ഡിബഞ്ചർ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ടിങ് എ ചാർജ് ഓൺ ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി. ഓക്കെ, നേരത്തെ നമ്മൾ എന്താ പറഞ്ഞേ? എമൗണ്ട് ഡിബഞ്ചർ ഒരു കാര്യമുണ്ട്, ഒരു മിനിറ്റ്. ഓക്കെ 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 ഞാൻ പറഞ്ഞൊരു ചെറിയൊരു തിരുത്തുണ്ട്. ഇങ്ങനെ പറയില്ലേ, ഇപ്പോൾ എമൗണ്ട് റേസ്ഡ് ബൈ ദി ഇഷ്യൂ ഓഫ് ബോണ്ട്സ് ഓർ ഡിബഞ്ചേഴ്സ്
സെക്യൂർഡ് ബൈ എ ഫസ്റ്റ് ചാർജ് എക്സ്ക്ലൂഡിങ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഓഫ് ദി കമ്പനി. ഇവിടെ ഒന്ന് കഴിഞ്ഞു, അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇത് എന്തല്ല ഒന്ന്, ഇതൊന്ന് എന്തല്ല ഡിബഞ്ചർ ഡെപ്പോസിറ്റ് അല്ല. ഇനി ബോണ്ടുകളും ഡെപ്പോസിറ്റ് അല്ല, അങ്ങനെയാണ്. രണ്ട് ബോണ്ടുകളും ഡെപ്പോസിറ്റ് അല്ല. സെക്യൂരിറ്റിയുടെ കാര്യം പറഞ്ഞത് ഇൻടാഞ്ചിബിൾ അസറ്റ് കുറിച്ചിട്ട് മാത്രമാണ്. ഓക്കെ. മൂന്നാമത്തത് കമ്പൽസറിലി കൺവേർട്ടബിൾ ഇൻടു ഇക്വിറ്റി ഷെയർസ് ആയിട്ടുള്ള ഡിബഞ്ചറുകളും ഡെപ്പോസിറ്റ് അല്ല. ഓക്കെ. അപ്പൊ ഇത് മൂന്ന് മനസ്സിലായോ? അതായത് ഇപ്പൊ ഞാൻ അങ്ങനെ പറയാം, സാധാരണ ഡിബഞ്ചർ ഒരു മിനിറ്റ് 2 3 ഇത് ഒന്നാക്കി എടുത്താൽ മതി. രണ്ടെല്ലാം കൂടിയിട്ട് ഇതിൻ്റെ ഓക്കെ. നോക്ക് ഒന്നത് ഇഷ്യൂ ഓഫ് ബോണ്ട്സ് ഓർ ഡിബഞ്ചേഴ്സ് സെക്യൂർഡ് ആയിട്ടുള്ള ഡിബഞ്ചറുകളും ബോണ്ടുകളും എന്തല്ല ഡെപ്പോസിറ്റ് അല്ല. പക്ഷെ എന്താ കണ്ടീഷൻ? ടാഞ്ചിബിൾ അസറ്റ്സ് ആയിരിക്കണം സെക്യൂരിറ്റി ആയിട്ടുള്ളത് ഒന്ന്. ഓക്കെ. അപ്പൊ അതെന്താവില്ല, ഡെപ്പോസിറ്റ് ആവില്ല. ഇനി രണ്ടാമത് ബോണ്ട്സ് ഓർ ഡിബഞ്ചേഴ്സ് കമ്പൽസറിലി കൺവേർട്ടബിൾ ഇൻടു ഷെയർസ് ഓഫ് ദി കമ്പനി. ഓക്കെ. അപ്പൊ ഇത് രണ്ടാമത്തത്. ഇനി എന്തായാലും അത് ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും എന്നുള്ളൊരു സാധനമാണെന്നുണ്ടെങ്കിൽ അതും എന്തല്ല, ഡെപ്പോസിറ്റ് അല്ല. അതും ഡെപ്പോസിറ്റ് അല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ കൺവേർട്ടബിൾ ആയിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ സെക്യൂരിറ്റിയുടെ ഒന്നും ആവശ്യമില്ല, എന്തായാലും അത് ഷെയർ ആയിട്ട് പോകുമല്ലോ, നിങ്ങൾക്ക് നഷ്ടാവില്ലല്ലോ. ആലോചിച്ച് നോക്കി, ഡിബഞ്ചേഴ്സ് വാങ്ങിച്ചു വരാം, കുറച്ച് ആൾക്കാർ ഡിബഞ്ചർ വാങ്ങിച്ചു, 5 കൊല്ലം കഴിഞ്ഞ് ഷെയർ ആയിട്ട് മാറും എന്ന് പറഞ്ഞാൽ അത് കമ്പൽസറിലി കൺവേർട്ടബിളും ആണ്. കമ്പൽസറിലി കൺവേർട്ട് എന്തായാലും കുറച്ച് നേരം ഷെയർ ആയിട്ട് മാറും. ഓക്കെ. അപ്പോൾ അവർക്ക് ഒരിക്കലും ആ പൈസ നഷ്ടമാവണില്ല. ചിലപ്പോൾ കമ്പനിയുടെ വാല്യൂ കിട്ടിയായിരിക്കും, പക്ഷെ അതെന്താവില്ല, സ്റ്റിൽ അവർക്ക് അതിലൊരു ഹോൾഡ് ഉണ്ട്, അവർക്ക് അതിൽ ഒരു റൈറ്റ് അവിടെ എടുക്കുന്നുണ്ട് ബാക്കി. ഓക്കെ. ഇനി ഇവിടെ പറയണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ ആണെങ്കിലും, അടുത്ത പോയിന്റ് 10ാമത്തെ പോയിന്റ്. ഓക്കെ. നോൺ കൺവേർട്ടബിൾ കമ്പൽസറിലി കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ ആണെങ്കിൽ ഡെപ്പോസിറ്റ് അല്ല എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ ആണ്, ചാർജും ഇല്ല. ഓക്കെ. ഒന്നാലും നമ്മൾ പറഞ്ഞു ഡിബഞ്ചർ ഒന്നാ എങ്ങനെ പറയാം, തുടക്കം ഇങ്ങനെ ഒന്നാലെ കമ്പൽസറിലി കൺവേർട്ടബിൾ ഡിബഞ്ചർ ആവണം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സെക്യൂർ ഡിബഞ്ചർ ആവണം. ഓക്കെ. 2 കാര്യം പറഞ്ഞു. ഇവിടെ മൂന്നാമത് പറയണേ ഇത് കൺവേർട്ടബിൾ അല്ല, ചാർജും ഇല്ല, പക്ഷെ ഇത് ലിസ്റ്റഡ് ആണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റഡ് ആയിട്ട് ഡിബഞ്ചറാണ്. ലിസ്റ്റഡ് ആയിട്ട് ഡിബഞ്ചർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ വല്ലതും പേടിക്കാണ്ടോ? കാരണം സെബിയാണ്, സെബി റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടാണ് ഒരു കമ്പനിക്ക് ഡിബഞ്ചേഴ്സ് ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പൊ എന്തായാലും അത് സേഫാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ കമ്പൽസറിലി 3 രീതിയിൽ നമുക്ക് ഇതിനെ തിരിക്കാം. കമ്പൽസറിലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഒന്ന്, രണ്ടാമത്തത് അങ്ങനത്തെ അല്ലാത്ത ഡിബഞ്ചേഴ്സ് പക്ഷെ സെക്യൂർഡ് ആണ്, ഫസ്റ്റ് ചാർജ് വിത്ത് ടാഞ്ചിബിൾ അസറ്റ്സ് സെക്യൂർഡ് ആണ്. മൂന്നാമത്തത് ലിസ്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഡിബഞ്ചേഴ്സ്, അത് കൺവേർട്ടബിൾ ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, ചാർജ് ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി. ഓക്കെ. അപ്പൊ അതും എന്തായിരിക്കും, അതും ഡെപ്പോസിറ്റ് ആയിരിക്കില്ല. ക്ലിയർ അല്ലേ? അടുത്തത് എനി എമൗണ്ട് റിസീവ്ഡ് ഫ്രം ആൻ എംപ്ലോയി ഓഫ് ദി കമ്പനി not exceeding his annual salary under a contract of employment with the company in the nature of non-interest bearing security deposit. Okay. ഇനി ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ ഈ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ കയറുമ്പോ പൈസ കൊടുത്ത് കയറൂലേ, അധ്യാപകർ കയറൂലേ? അത് തിരിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോ സപ്പോസ് വേറെ ഒരാളൊരു കമ്പനിയിൽ കയറിയെന്ന് വിചാരിച്ചോ, അപ്പോൾ അയാളോട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വെക്കണം എന്നൊരു കണ്ടീഷൻ വിചാരിച്ചു കമ്പനി ജോലി കിട്ടുന്നുണ്ടെങ്കിൽ. സാധാരണ ട്രേഡ് ഡെപ്പോസിറ്റ് പലവട്ടം വേണ്ടിയിട്ടുണ്ട്. അത് ട്രേഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വലിയ കമ്പനിയുടെ സാധനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ പൈസ കൊടുക്കാതെ പോകും എന്ന് ഒരു പേടിയുണ്ടെങ്കിൽ, വേണ്ടതല്ല, അതൊരു കമ്പനിയുടെ പോളിസി ആയിരിക്കും, ഞങ്ങൾ സാധനങ്ങൾ തരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തരണം.
അപ്പൊ അങ്ങനെ ഒരാൾ എംപ്ലോയ്മെന്റിന് കയറുമ്പോൾ അയാളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് ഒരു പൈസ വാങ്ങിച്ചു വെക്കുകയാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ കമ്പനി ഒരാളുടെ പൈസ വാങ്ങുകയാണ്, അവരുടെ കയ്യിൽ പൈസ വരികയാണ്, ഡെപ്പോസിറ്റ് വരികയാണ് അല്ലെ. അപ്പൊ അതിനെ ഡെപ്പോസിറ്റ് ആയിട്ട് എടുക്കണ്ട. പക്ഷെ എന്താ കണ്ടീഷൻ എന്താ, അയാളുടെ മാക്സിമം വാങ്ങുന്നത് അയാളുടെ ഒരു വർഷത്തെ ആനുവൽ സാലറി ആയിരിക്കണം. അതിന്റെ അപ്പുറത്തേക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അതിന് ഡെപ്പോസിറ്റ് ആയിട്ട് എടുക്കും. ഓക്കെ, എന്ന് മാത്രമല്ല അത് നോൺ ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിരിക്കണം. അപ്പൊ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇത് നമ്മളുടെ ആവശ്യം പോലെയാണ് അല്ലെ. ആലോചിച്ച് നോക്കുക, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ്, നമുക്ക് ഫണ്ട് ആവശ്യമുണ്ട്, അതുകൊണ്ടാണല്ലോ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടാണെങ്കിൽ ശരി പൈസ കിട്ടിയാൽ മതി, അതാണ് അതിന്റെ കോൺസെപ്റ്റ്. ലോൺ എടുക്കണതാണല്ലോ, ഇൻട്രസ്റ്റ് കൊടുത്താലും വേണ്ടില്ല, നമുക്ക് ഇപ്പൊ ഇത്രയും പൈസ വേണം, അതാണ് അതിന്റെ ആവശ്യം. അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കാൻ റെഡിയാണ്, പൈസ നമുക്ക് വേണം, അപ്പോൾ അതൊരു ലോണാണ്. ആ സ്വഭാവത്തിലാണ് നമ്മൾ എംപ്ലോയിഡിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ലോണായിട്ട് തന്നെ എടുക്കേണ്ടി വരും. എന്നാൽ എംപ്ലോയിക്ക് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ്, എന്നിട്ടാണ് അയാളുടെ നിന്ന് പൈസ വാങ്ങിച്ചത്. ഓക്കെ, അപ്പൊ അത് അങ്ങനെ ഇൻട്രസ്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഡെപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഇൻട്രസ്റ്റ് വാങ്ങാൻ പാടില്ല ഒന്ന്. രണ്ടാമത്തത് മാക്സിമം വാങ്ങുന്നത് ആനുവൽ സാലറിയുടെക്കാൾ ഉള്ളിലായിരിക്കണം, ആനുവൽ സാലറിനേക്കാൾ മുകളിൽ വാങ്ങാൻ പാടില്ല. ക്ലിയർ? ഇനി അടുത്തത്, എനി നോൺ ഇൻട്രസ്റ്റ് ബെയറിംഗ് എമൗണ്ട് റിസീവ്ഡ് ഓർ ഹെൽഡ് ഇൻ ട്രസ്റ്റ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാലേ ഇപ്പോ എന്താ പറയാ, ഇപ്പൊ ഒരാള് ഇങ്ങനെ ചെയ്യില്ലേ, ഈ പവർ ഓഫ് അറ്റോർണി ഒക്കെ കൊടുത്തിട്ട് പോകില്ലേ, അതായത് ഇപ്പൊ ഒരാൾ ഗൾഫിൽ പോകാന്ന് വിചാരിച്ചോ, അപ്പൊ അയാളുടെ കയ്യിലുള്ള അസറ്റുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആൾക്ക് റൈറ്റ് കൊടുക്കും. നമ്മൾ പവർ ഓഫ് അറ്റോർണി കൊടുക്കാന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അയാളുടെ സൈൻ കൊടുത്ത് ഇയാൾ സൈൻ ചെയ്താൽ മതി അല്ലെ. അപ്പൊ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു സംവിധാനം, ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ ചാരിറ്റബിൾ ട്രസ്റ്റ് ആ രീതിയിലേക്ക് ആലോചിക്കണ്ട. അതായത് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു മൂല്യമുള്ള ഒരു വസ്തു ക്യാഷ് ആയിട്ട് തന്നെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇത്രയും പൈസ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ട്രസ്റ്റ് ഡീഡൊക്കെ ഉണ്ടാവും, അതിന് ഇത്ര രൂപ ഇയാൾക്ക് കൊടുത്തിട്ടുണ്ട്, എത്ര കാലം സൂക്ഷിക്കാനാണ് കൊടുത്തിട്ടുള്ളത്, ഈ കാലം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞൊരു സാധനം ആയിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾക്ക് നമ്മളെ കയ്യിൽ വരുന്ന പൈസ അതിനെ നമ്മൾ ഡെപ്പോസിറ്റ് എടുക്കണ്ട. പക്ഷെ അതും നോൺ ഇൻട്രസ്റ്റ് ബെയറിംഗ് ആയിരിക്കണം, അതിന് ഇൻട്രസ്റ്റ് വരാൻ പാടില്ല. ഇൻട്രസ്റ്റ് വന്നാൽ അതിന് ലോണിന്റെ സ്വഭാവം വരും, അതാണ് അതിന്റെ കോൺസെപ്റ്റ്. ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ എനി എമൗണ്ട് റിസീവ്ഡ് ഇൻ ദ കോഴ്സ് ഓഫ് ഓർ ഫോർ ദി പർപ്പസ് ഓഫ് ദി ബിസിനസ് ഓഫ് ദി കമ്പനി എന്ന് പറഞ്ഞാൽ സാധാരണ ഓവർ ഡ്രാഫ്റ്റ്, OD, വർക്കിംഗ് ക്യാപിറ്റൽ ലോണ്, അത് നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല, എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അതിന് കുറച്ച് സിനാരിയോസ് പറയുന്നുണ്ട്. ഈ വർക്കിംഗ് ക്യാപിറ്റൽ ലോണായിട്ട് എപ്പോഴാണ് നമുക്കൊന്നിനെ പരിഗണിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ അതിലൊന്ന്, ആസ് ആൻ അഡ്വാൻസ് ഫോർ ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ പ്രൊവിഷൻ ഓഫ് സർവീസ് അക്കൗണ്ടഡ് ഫോർ ഇൻ എനി manner whatsoever, provided that such advance is prorated against the supply of goods or provisions of service within a period of 365 days. എന്ന് പറഞ്ഞാൽ നമ്മളെ ഷോർട്ട് ടൈം ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്ന പൈസ, സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ പ്രൊവിഷൻ ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ആണല്ലോ അത്. സാധനങ്ങൾ കൊടുക്കാനും അല്ലെങ്കിൽ സർവീസ് ആണെങ്കിൽ സർവീസ്, അതാണല്ലോ നമ്മൾ ഒരാളുടെ ബിസിനസ്, ഒന്നാലും ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 365 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ ഫണ്ട് ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം പർപ്പസ് ആണ്. അപ്പോൾ സാധാരണത്, however in case of advance which is subject matter of any legal proceedings before any court of law, the set time limit of 365 days shall not apply. വല്ല കേസും കെട്ടുമായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ 365 ദിവസത്തിലധികമായിട്ട് നമ്മളെ കയ്യിലിരിക്കുന്നതിനും പ്രശ്നമില്ല. ഇനി as an advance accounted for any manner whatsoever received in connection with the consideration of an immovable property under an agreement or arrangement, provided that such advance is adjusted against such property in accordance with the terms of agreement or arrangement. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വണ്ടി നമ്മൾ ലോണിനെടുത്തു, ഒരു കാർ നമ്മൾ ലോൺ എടുത്തു പറഞ്ഞതിൻ്റെ അടുത്ത് എന്താ, ബാങ്ക് നമുക്ക് പൈസ തന്നു, അത് വെച്ച് നമ്മൾ വണ്ടി വാങ്ങിച്ചു, എന്നിട്ട് നമ്മൾ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം, അതല്ലേ. അതും ഒരു എന്താ പറയാ നോർമൽ കോഴ്സിൽ വരുന്ന സംഭവമാണ്. ഓക്കെ, ഓൾറെഡി നമ്മൾ ബാങ്കിനൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, അത് ഓർമ്മ വേണം. ഓൾറെഡി നമ്മൾ ബാങ്കിൽ നിന്ന് കിട്ടുന്നതിനൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ബാങ്ക് അല്ലാതെയും നമ്മൾ ഇങ്ങനെ മറ്റുള്ള എന്താ പറയാ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ടൊയോട്ടക്കൊക്കെ എന്തുണ്ട്, സ്വന്തമായിട്ട് തന്നെ ഒരു ഫിനാൻസ് കമ്പനി ഉണ്ട്. ടൊയോട്ട നമ്മൾ ലോൺ എടുക്കുമ്പോൾ ടൊയോട്ടയുടെ ഫിനാൻസ് കമ്പനിയാണ് നമുക്ക് ലോൺ തരിക. അതൊരു ഫിനാൻസ് കമ്പനിയാണ്, വേറെ കാര്യം. അപ്പൊ
അപ്പം അങ്ങനെയുള്ള പുറത്തുള്ള ഇങ്ങനെയുള്ള അസറ്റുകൾ നമ്മുടെ പ്രോപ്പർട്ടികളൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ ലോൺ എടുത്തിട്ടുള്ളതാണെങ്കിൽ അത്. അടുത്തത് ആസ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഫോർ ദി പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട് ഫോർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ പ്രൊവിഷൻസ് ഓഫ് സർവീസ്. എഗെയിൻ നമ്മൾ ഒരാൾക്കൊരു വർക്ക് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ നമ്മൾ കുറച്ച് പൈസ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങും. നോർമൽ ഈ കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിലൊക്കെ ഉണ്ടാകുന്ന സംഭവമാണത്. നമ്മൾ ഒരു വീടുണ്ടാക്കി കൊടുക്കുകയാണ്, അപ്പോൾ അവരെ കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങും. അതെന്തിനാണ്? അവസാനം അവർ പൈസ തരാണ്ട് മുങ്ങുകയാണെങ്കിൽ അതെങ്കിലും കിട്ടുമല്ലോ എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ റെന്റിനൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് കൊടുക്കൂലേ, അപ്പോൾ ആ സംഭവം. എക്സാമ്പിൾ പറഞ്ഞാണ് ഇമ്മോബിൾ പ്രോപ്പർട്ടി. അപ്പോൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് വീടോ ലാൻഡൊക്കെ വാങ്ങാൻ. ഓക്കെ ഓക്കെ. As advance received under long-term projects for supply of capital goods except those covered under item B above. അപ്പോൾ ഇമ്മോബിൾ പ്രോപ്പർട്ടി അല്ലാതെ ബാക്കിയുള്ള ക്യാപിറ്റൽ ഗുഡ്സ് പോരെ. Okay. As an advance towards consideration for providing future service in the form of a warranty or maintenance contract as per written agreement or arrangement, if the period for providing such services does not exceed the period prevalent as per common business practice, or 5 years from the date of acceptance of such service, whichever is less. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ വാങ്ങിച്ചു വെക്കുക. ഇപ്പോൾ അത് കൺസ്ട്രക്ഷനൊക്കെ ആണെങ്കിൽ ഇവിടെ പറയുന്നത് നോർമൽ ബിസിനസ് പ്രാക്ടീസിൽ എത്ര വർഷമാണോ അത്. ഇപ്പോൾ ഒരു വർഷം അങ്ങനെയൊന്നുമല്ല. നോർമൽ ബിസിനസ് പ്രാക്ടീസിൽ ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക, ഒരു 2 നില ബിൽഡിംഗ് ഉണ്ടാക്കുക. അപ്പോൾ ഒരു 2 വർഷം മാക്സിമം നമ്മൾ ഇത് പറയാം, എക്സാമ്പിൾ പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 വർഷം വരെ നമുക്കത് ഹോൾഡ് ചെയ്യാം. ഇനിയിപ്പോൾ അതല്ല നമ്മളൊരു ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ് ചെയ്യണമെന്ന് വിചാരിച്ചോ, അപ്പോൾ അതും ഒരു നോർമൽ ബിസിനസ് കോഴ്സിൽ എത്ര വർഷമാണ് അത് നീണ്ടു നിൽക്കുക, അല്ലെങ്കിൽ എത്ര കാലമാണ് അത് നീണ്ടു നിൽക്കുക, അത്രയും കാലത്തേക്ക് നമ്മൾക്ക് അത് കയ്യിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് വെക്കാം. ഓർ 5 years ഫ്രം ദി ഡേറ്റ് ഓഫ് ആക്സെപ്റ്റൻസ് വിച്ച് എവർ ഈസ് ലെസ്. ഇപ്പോൾ കോമൺ ബിസിനസ് പ്രാക്ടീസ് അതുകൊണ്ട് കാലാകാലം കയ്യിൽ വെക്കരുത്, മാക്സിമം 5 വർഷം. അടുത്തത് ആസ് എൻ അഡ്വാൻസ് റിസീവ്ഡ് ആൻഡ് ആസ് അലോഡ് ബൈ സെക്ടറൽ റെഗുലേറ്റർ ഓർ ഇൻ അക്കോർഡൻസ് വിത്ത് ഡയറക്ഷൻ ഓഫ് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രാക്ട് അതിലൊക്കെ വരുന്ന സംഭവമാണ്. സെക്ടറൽ റെഗുലേറ്ററിൽ വേറെ സംഭവം നോക്കണ്ട. ആസ് എൻ അഡ്വാൻസ് ഫോർ സബ്സ്ക്രിപ്ഷൻ ടുവേർഡ്സ് പബ്ലിക്കേഷൻ വെദർ ഇൻ പ്രിന്റ് ഓർ ഇൻ ഇലക്ട്രോണിക് ടു ബി അഡ്ജസ്റ്റഡ് അഗൈൻസ്റ്റ് റെസിപ്റ്റ് ഓഫ് സച്ച് പബ്ലിക്കേഷൻസ്. ഇപ്പോൾ വല്ല പ്രിന്റ് പത്രങ്ങളോ അല്ലെങ്കിൽ ചാനലോ ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ പരസ്യം കൊടുക്കുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഡെപ്പോസിറ്റ്. അപ്പോൾ ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതേപോലെ ഡെപ്പോസിറ്റ് വാങ്ങിക്കാം ആൾക്കാരെ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ പറഞ്ഞത് നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾക്കുള്ള സംഭവം, നമ്മളെ വർക്കിംഗ് ക്യാപിറ്റൽ ഓടിയൊക്കെ ആയിട്ട് എടുക്കുന്നത്. രണ്ടാമത്തത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബിയും അതേപോലെ ക്യാപിറ്റൽ എവിടെ ഡിയും ഒരേപോലെ നോക്കിയാൽ മതി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതുപോലെ മറ്റുള്ള ക്യാപിറ്റൽ ഗുഡ്സിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ലോണ് സംഭവങ്ങൾ. വേറെ എന്തെങ്കിലും സിയും അതേപോലെ ഇയും ഏതാണ് സെയിം ആണ്. നമ്മൾ എന്തെങ്കിലും പെർഫോമൻസ് ചെയ്യാൻ എന്തെങ്കിലും കോൺട്രാക്ട് ചെയ്യാൻ ഒക്കെ ആയിട്ട് നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന അഡ്വാൻസ്, അതേപോലെ സെക്ടറൽ റെഗുലേറ്റർ, അതേപോലെ സബ്സ്ക്രിപ്ഷൻ ടുവേർഡ് പബ്ലിക്കേഷൻ. അങ്ങനെ. However, it is clarified that if amount received under items A, B and D, അതാണ് A, B and D. എന്ന് പറഞ്ഞാൽ നോർമലി, B എന്ന് പറഞ്ഞാൽ ഇമ്മൂവബിൾ, ഡി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സംഭവങ്ങൾ. ഓക്കെ. ബിക്കംസ് റീഫണ്ടബിൾ ഡ്യൂ ടു ദ റീസൺസ് ദാറ്റ് ദി കമ്പനി ആക്സെപ്റ്റിംഗ് ദ മണി ഡസ് നോട്ട് ഹാവ് നെസസറി പെർമിഷൻ ഓർ അപ്രൂവൽ ടു ഡീൽ ഇൻ ദ ഗുഡ്സ് ഓർ പ്രോപ്പർട്ടീസ് ഓർ സർവീസ് ഫോർ വിച്ച് ദ മണി ഈസ് ടേക്കൺ, then the amount received shall be deemed to be a deposit on the expiry of the 15 days from the date they become due. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൈസ അതിന്റെ കാലാവധി കഴിഞ്ഞെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാവില്ലേ, ഇപ്പോൾ എന്താ പറയാ, ഈ നമ്മൾ കാറ് വാങ്ങിച്ചു പൈസ തിരിച്ചു കൊടുത്തില്ല, അപ്പോൾ ഓരോ ജിപ്റ്റ് ചെയ്ത് പോകും, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ടേംസ് ഓഫ് കോൺട്രാക്ട് നമ്മൾ തെറ്റിച്ചു, അപ്പോൾ നമ്മൾ ആ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരിക. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്നാണോ നമ്മൾ റീഫണ്ടബിൾ ആയത് അവിടുന്ന് 15 ദിവസത്തിനുള്ളിൽ ആ പൈസ തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ ഡെപ്പോസിറ്റ് ആവും. അത് ഏതുപോലെ നമ്മൾ നേരത്തെ മറ്റേ അലോട്ട്മെന്റ് മണി പറഞ്ഞതുപോലെ അല്ല, അലോട്ട്മെന്റ് മണി കിട്ടി 60 ദിവസത്തിനുള്ളിൽ ഷെയർ അലോട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കണം. 15 ദിവസം കഴിഞ്ഞാൽ അത് അഡ്വാൻസ് ആവും, അതേപോലെ തന്നെ ഡെപ്പോസിറ്റ് ആവും. അതേപോലെ തന്നെ അത് 14
any amount brought in by the promoters of the company by way of unsecured loan in pursuance of the stipulation of any lending financial institution or a bank subject to fulfillment of following conditions. Loan is brought because of the stipulation imposed by the അത് പറഞ്ഞാലേ ഇപ്പൊ നമ്മള് ഒന്നാമത്തെ കാര്യം നോക്ക്, ഇപ്പൊ ഒരു കമ്പനി നമുക്ക് ലോൺ തരികയാണ്. ഇപ്പൊ നമ്മൾ കമ്പനി നമുക്ക് ലോൺ തരുമ്പോൾ കമ്പനി ചില കണ്ടീഷൻസ് പറയും. ഓക്കെ, പിന്നെ ഇതിന് ഇതേപോലത്തെ വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോ പിന്നെ ശ്രീലങ്കയിൽ ഭയങ്കര പ്രതിസന്ധി വന്നില്ലേ ഇപ്പൊ അടുത്ത്, ഓർമ്മ ഉണ്ടോ? ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധി വന്നില്ലേ? അതേപോലെ പാകിസ്ഥാനിൽ ഫ്ലഡ് വന്നു, ഭയങ്കര ഫ്ലഡ്. അതായത് അവിടുത്തെ 2/3 ജനങ്ങളെയും അത് ബാധിച്ചു എന്നാ പറഞ്ഞത് പാകിസ്ഥാനിന്റെ. ഇപ്പൊ ഈ വർഷം തന്നെ നിങ്ങൾ പറഞ്ഞില്ല അല്ലേ, മാരക ഫ്ലഡ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ പിന്നെ ചൈനയാണ് കളിച്ചത്. അപ്പോൾ ചൈന കയറി കളിച്ചു. അതായത് ചൈന ഫണ്ട് കൊടുത്തു, അവർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ ചൈന കൊടുത്തു. അപ്പൊ ചൈന അങ്ങനെ ലോൺ കൊടുക്കുമ്പോൾ ചൈന ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. എന്താണ്? ചൈന മാത്രമല്ല കേട്ടോ, അപ്പൊ നമ്മള് ഇപ്പൊ IMF എന്നൊക്കെ ലോൺ എടുക്കാന്ന് വിചാരിച്ചോ, IMF വേൾഡ് ബാങ്ക് എന്നൊക്കെ ലോൺ എടുക്കാന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ ലോൺ എടുക്കുമ്പോൾ അവർ ചില കണ്ടീഷൻസ് പറയും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്ര രൂപ ഇതിന് വില കൂട്ടണം, മറ്റേതിന് ഇത്ര വില കൂട്ടണം, എന്നാലും ഞങ്ങൾ ലോൺ തരില്ല. കാരണം അത്രയും വില കൂട്ടിയാലാണ് ഇപ്പൊ ഇന്ത്യക്കാണെങ്കിൽ ഇന്ത്യക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള രീതിയിലുള്ള റവന്യൂ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇവര് ചൈനക്ക് പറഞ്ഞ കാര്യം പെട്രോളിന് വില കൂട്ടുന്നൊക്കെ പറയുന്നു. പാകിസ്ഥാനിലൊക്കെ പെട്രോൾ ശ്രീലങ്കയിലാണ് പറയുന്നത് തോന്നുന്നു. അപ്പൊ അങ്ങനെ കണ്ടീഷൻ, അപ്പൊ ഞങ്ങൾ ലോണ് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണി ചെയ്യണം, അങ്ങനെ കണ്ടീഷൻ പറയാം. അപ്പൊ അതേപോലെ ബാങ്കുകൾ ചിലപ്പോൾ നമുക്ക് ലോൺ തരുമ്പോൾ ബാങ്ക് പറയും ഞങ്ങൾ പൈസ തരാം, പക്ഷെ ഞങ്ങൾ ഇതിന്റെ എല്ലാ പ്രൊമോട്ടേഴ്സും ഞങ്ങൾ കൊണ്ടുവരുന്ന പൈസ ഇത്ര ശതമാനം കൊണ്ടുവരണം. മനസ്സിലായോ? ഓക്കെ, അങ്ങനത്തെ കണ്ടീഷൻസ് വെക്കുക. അപ്പൊ അങ്ങനെ കണ്ടീഷൻസ് വെച്ചിട്ട് പ്രൊമോട്ടർ കൊണ്ടുവന്ന പൈസ നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറക്ടേഴ്സ് എത്രയും കൊണ്ടുവരാം. ഡയറക്ടർ അല്ലാത്തൊരു പ്രൊമോട്ടർ ഉണ്ടെന്ന് വിചാരിച്ചോ, ഡയറക്ടർ ആകണമെന്നുണ്ടോ പ്രൊമോട്ടർ? ഓർമ്മയില്ലേ? പ്രൊമോട്ടറിന്റെ എക്സാമ്പിൾ ഡെഫിനിഷൻ മറ്റേ സംഭവം ഉണ്ടേത് അക്കസ്റ്റംഡ് ടു ആക്ട് ആസ് പെർ ദി ഡയറക്ഷൻസ് ഓഫ് ദി എന്നൊക്കെ പറഞ്ഞ സംഭവം അല്ലേ? അപ്പൊ അങ്ങനെ പലതും ഉണ്ടല്ലോ. പ്രൊമോട്ടർ ഒരു ഡയറക്ടർ ആകണമെന്നൊന്നുമില്ല, ഫൗണ്ടറായിട്ട് ആള് വീട്ടിലിരിക്കുന്ന ആളാകാം. ഓക്കെ, അപ്പോ അങ്ങനെ ലോൺ ഈസ് ബ്രോട്ട് ബിക്കോസ് ഓഫ് ദി സ്റ്റിപ്പുലേഷൻ ഇമ്പോസ്ഡ് ബൈ ദി ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ ദി പ്രൊമോട്ടേഴ്സ് ടു കോൺട്രിബ്യൂട്ട് ടു സച്ച് ഫിനാൻസ്. അങ്ങനെ ആ ലോണ് കിട്ടാൻ വേണ്ടി ഈ ഒരു കണ്ടീഷൻ എന്നുള്ള നിലക്കാണ് പ്രൊമോട്ടർ പൈസ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിനെ നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് എടുക്കണ്ട. The loan is provided by the promoters themselves or by their relatives or by both. എന്ന് പറഞ്ഞാൽ ലോണ് പ്രൊമോട്ടേഴ്സ് ലോൺ കൊടുത്താലും അവർ സ്വയം ലോൺ കൊടുത്താലും കുഴപ്പമില്ല, റിലേറ്റീവ്സ് കൊടുത്താലും കുഴപ്പമില്ല. പ്രൊമോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ മെമ്പേഴ്സ് അല്ല കേട്ടോ, മെമ്പേഴ്സ് എല്ലാവരും പ്രൊമോട്ടേഴ്സ് ആകണമെന്നില്ല. അപ്പൊ 2 കാറ്റഗറി, ഡയറക്ടേഴ്സും പ്രൊമോട്ടേഴ്സും. ഓക്കെ, ഇനി വേറെ കാര്യം ഇവിടെ കേട്ടോ, ഇവിടെ വേറെ മീനിങ് ഉണ്ട് ഇതിന്. ലോൺ ഈസ് പ്രൊവൈഡ് ബൈ ദി പ്രൊമോട്ടേഴ്സ് ദംസെൽസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കമ്പനി പൈസ വാങ്ങിക്കുന്നതായിരിക്കും. പൈസ വാങ്ങിക്കുന്നതാണെന്നുണ്ടെങ്കിൽ എന്താവില്ല, നമ്മൾ അതിന് അഡ്വാൻസ് ഡെപ്പോസിറ്റ് എടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ കമ്പനി പ്രൊമോട്ടർ സ്വമേധയാ കൊണ്ടുവരികയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ഡെപ്പോസിറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് കമ്പനി ഫണ്ട് റിക്വയർമെന്റ് എന്നുള്ള നിലക്ക് മറ്റുള്ള മെമ്പേഴ്സിൻ്റെ പൈസ വാങ്ങാനായിട്ട് മെമ്പേഴ്സിൻ്റെ പൈസ വാങ്ങാം, പക്ഷെ അതിന് ലിമിറ്റ് ഉണ്ട്. പക്ഷെ ഡയറക്ടേഴ്സിനൊന്നും ലിമിറ്റ് ഇല്ല, പ്രൊമോട്ടേഴ്സ് ലിമിറ്റ് ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ഡെപ്പോസിറ്റ് ആയിട്ട് പരിഗണിക്കണില്ല, അതാണ് ലിമിറ്റ് ഇല്ല എന്ന് പറയുന്നത്. അതായത് ഡയറക്ടേഴ്സ് എത്ര പൈസ കൊടുത്താലും അത് ഡെപ്പോസിറ്റ് അല്ല എന്ന് പറഞ്ഞാൽ എത്രയും കൊണ്ടുവരാം, അതല്ലേ? ഓക്കെ, ഇനി സച്ച് എക്സംഷൻ, ഇത് സി പോയിന്റ് അല്ല. Such exemption shall be available only till the loan of financial institution or bank are repaid and not thereafter. എന്ന് പറഞ്ഞാൽ ഈ ബാങ്ക് ഇപ്പോൾ ഈ ഇത് പറഞ്ഞല്ലോ ഫുൾ കണ്ടീഷൻ ആണെന്നുള്ളത്. ബാങ്കിന്റെ ലോൺ നമ്മൾ റീപേ ചെയ്തു, ബാങ്കിന്റെ ലോൺ റീപേ ചെയ്തിട്ട് പിന്നെയും ഇയാൾ ഈ പൈസ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇയാൾ പൈസ കൊടുത്തത് എന്തിനാ? ബാങ്ക് പറഞ്ഞിട്ടാണ്. ബാങ്ക് പറഞ്ഞു പ്രൊമോട്ടറും കൂടി പൈസ കൊണ്ടുവരണം, എന്നാലേ ഞങ്ങൾ പൈസ തരുള്ളൂ എന്നതുകൊണ്ടാണ് ഇയാൾ അഡ്വാൻസ് കൊണ്ടുവന്നത്. ഇപ്പൊ ഇവർ കമ്പനി എന്ത് ചെയ്തു? ബാങ്കിന്റെ ലോൺ മൊത്തം റീപേയ്മെന്റ് നടത്തി. എന്ന് പറഞ്ഞാൽ ആ ബാങ്കിന്റെ ഇപ്പൊ ലോൺ ഇല്ല, അതിന്റെ അർത്ഥം ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഇപ്പൊ നിലനിൽക്കണില്ല എന്നല്ലേ. അപ്പൊ പിന്നെ ഈ പ്രൊമോട്ടറോട് പൈസ വെക്കേണ്ട ആവശ്യം എന്താ? അപ്പൊ ആ പ്രൊമോട്ടർക്കും ആ പൈസ തിരിച്ചു കൊടുക്കണം. അപ്പൊ സ്റ്റിൽ ബാങ്കിന്റെ ലോൺ റീപേയ്മെന്റ് കഴിഞ്ഞിട്ടും പ്രൊമോട്ടറിന്റെ പൈസ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ അഡ്വാൻസ് ആയിട്ട് സ്വീകരിക്കും, ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിക്കും. ക്ലിയർ?
15, 16 ഇത് രണ്ടും ഒരുമിച്ച് പറയാം. നിധി കമ്പനി, ചിട്ട് കമ്പനി. ചിട്ട് അറിയാലോ, നമ്മളെ കുറിയൊക്കെ നടത്തൂല നമ്മുടെ നാട്ടിലൊക്കെ. ചിട്ടി അതായത് ഇപ്പോൾ എന്താണ് ചിറ്റ് ഫണ്ട് എന്നാണ് പറയാ. ചിറ്റ് ഫണ്ട്, ചിട്ടി തന്നെ. ചിട്ടി എന്ന് പറയില്ലേ? ചിട്ടി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്ക് വന്നാൽ മതി. ചിട്ടി കമ്പനിയുടെ ഒരു പൂരാണ്. അതായത് ചിറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇപ്പോൾ നമ്മൾ കുറെ ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് ആൾക്കാർ ലോൺ എടുക്കുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉദാഹരണത്തിന് ഇങ്ങനെ പറയാം. നിങ്ങൾ ഇവിടുത്തെ ഒരു ക്ലാസ്സിൽ എല്ലാവരും എല്ലാ മാസം 100 രൂപ വെച്ച് ഇടുന്നത് വിചാരിച്ചു. എന്നിട്ട് എന്ത് ചെയ്യും, ആർക്കെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ആ ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുക. അതാണ് ചിറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ. നിധി കമ്പനി എന്ന് പറയുമ്പോൾ സാധാ ഈ എന്താ പറയുക, പലിശക്ക് പൈസ കൊടുക്കില്ലേ, ആ പരിപാടിയാണ്. അതിൻ്റെ ഒരു ലീഗൽ ഫോം, നല്ല ലീഗൽ ഫോം, അതാണ് സംഭവം. അപ്പം നിധി കമ്പനി, ചിറ്റ് ഫണ്ട് ഇവരെ സംശയത്തുള്ള പൈസ വാങ്ങുക എന്നുള്ളതാണ് അവരുടെ പരിപാടി അല്ലേ. മറ്റുള്ള ആൾക്കാരിൽ പൈസ വാങ്ങുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ബിസിനസ്. അപ്പം അവർ വാങ്ങുന്ന ഡെപ്പോസിറ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. എനി എമൗണ്ട് റിസീവ്ഡ് ബൈ ദി കമ്പനി അണ്ടർ എനി കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം. ഇത് മ്യൂച്വൽ ഫണ്ട് ഒക്കെ പോലത്തെ സംഭവമാണ്. അതായത് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങുക, ആ പൈസ ഉപയോഗിച്ചിട്ട് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൽ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാകും. ആ പ്രോഫിറ്റ് ഈ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക്, ഈ പൈസ കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാരിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ബിസിനസിന്റെ ഭാഗമാണ് ആൾക്കാരിൽ നിന്ന് ഫണ്ട് വാങ്ങുക എന്നുള്ളത് അല്ലേ. ശരിയല്ലേ, അപ്പം മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ അതും ആവില്ല. ഓക്കെ, ഈ 17ന്റെ കൂടെ തന്നെ ഞാൻ 19 പറയാം. എനി എമൗണ്ട് റിസീവ്ഡ് ബൈ എ കമ്പനി ഫ്രം ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ്, ഡൊമസ്റ്റിക് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ്, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇതും സെയിം ആണല്ലോ. ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങുക, അത് ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെ. ഇപ്പോൾ നമ്മളെ ബിസിനസ്സിൽ ഒരു വെഞ്ചർ ക്യാപിറ്റൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ഡെപ്പോസിറ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പം മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ആ മ്യൂച്വൽ ഫണ്ട് നടത്തുന്ന കമ്പനി ഇതേപോലുള്ള വ്യക്തികളുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. ആ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അതിന് കിട്ടുന്ന പ്രോഫിറ്റ് ഈ വ്യക്തികൾക്ക് കൊടുക്കും. അതാണല്ലോ ചെയ്യാം. അപ്പോൾ ആ മ്യൂച്വൽ ഫണ്ട് സംബന്ധിച്ചിടത്തോളം അവർ വാങ്ങുന്ന പൈസയും ഡെപ്പോസിറ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി 18 പറയണത് കൺവേർട്ടിബിൾ നോട്ട്. കൺവേർട്ടിബിൾ നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പറഞ്ഞ പ്രിഫറൻസ് ഷെയർസ് കൺവേർട്ട് ചെയ്യുക, ഡിബഞ്ചർ കൺവേർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ പൈസ വാങ്ങിച്ചു വെച്ചിട്ട്, ലോണായിട്ട് വാങ്ങിച്ചു വെച്ചിട്ട് പിന്നീട് അത് കൺവേർട്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ നമ്മളിപ്പോൾ ലോൺ വാങ്ങും, ലോണായിരിക്കും അത് ഡിബഞ്ചറോ പ്രിഫറൻസ് ഷെയർ ഒന്നും ആയിരിക്കില്ല. ലോൺ പോലെ നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ വാങ്ങും. പക്ഷെ അതിനെ കൺവേർട്ടിബിൾ നോട്ട് എന്നാണ് പറയുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? അത് ലേറ്റർ അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ കൺവേർട്ടിബിൾ നോട്ട് മീൻസ് ആൻ ഇൻസ്ട്രുമെന്റ് evidencing receipt of money initially as a debt, okay, which is repayable at the option of the holder or which is convertible into such number of equity shares of the startup company upon occurrence of specified events and as per agreed terms and conditions. Okay, അപ്പോൾ അങ്ങനത്തെ കൺവേർട്ടിബിൾ നോട്ട് മിനിമം 25 lakh, an amount of 25 lakh rupees or more received by a startup company. ഇപ്പോൾ 2 പോയിന്റ് ആണ്. ഒന്ന്, മിനിമം 25 lakh rupees ഉണ്ടാവണം. രണ്ടാമത്തത് സ്റ്റാർട്ടപ്പ് കമ്പനി ആയിരിക്കണം. ഓക്കെ, ബൈ വേ ഓഫ് കൺവേർട്ടബിൾ നോട്ട്, convertible into equity shares or repayable within a period of not exceeding 10 years from the date of issue in a single tranche, not single transaction from a person. ഓക്കെ, യെസ്. അപ്പോൾ തൽക്കാലം അത്ര മതി. നിങ്ങളൊന്ന് വായിക്ക്, ഫുള്ളായിട്ടൊന്ന് വായിച്ചേ. 19 പോയിന്റ് നമുക്ക് നിർത്താം.